കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഇപ്പൊ നമ്മുടെ ബന്ധുക്കളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. ഷെയർ ഒക്കെ ചെയ്തപ്പോണ്ടായതാണോ? ഉള്ളത് പാർട്ടീഷൻ ചെയ്തു പോയപ്പോ കുറഞ്ഞു എന്നുള്ള കംപ്ലൈന്റിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ ഒന്ന് ഒന്നിപ്പിക്കാൻ എന്തോ വഴി? കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളതാണോ? പൈസ കൊടുത്ത് കൂടെ വരുന്നവരാണെങ്കിൽ അവരുടെ ആശ ഞങ്ങൾക്ക് ഇല്ല. കല്യാണം കഴിച്ചോട്ട് പോകുന്ന സമയത്ത് മുതൽ അണ്ണാൻ പറഞ്ഞ ഡിവോഴ്സാണ്. ഭർത്താവ് പിന്നെ ഒരിക്കലും അന്വേഷിച്ചു വന്നിട്ടില്ല? ഇല്ല. താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്? താങ്കൾ ശരീരത്തിൽ മണ്ണെണ്ണ എടുത്തൊഴിച്ചെന്ന് പറഞ്ഞു. ഒന്നീ വീട്ടുകാർ വേണം, അല്ലെങ്കിൽ മക്കളെ വളർത്താനൊരു സ്ഥിതി എനിക്ക് ഉണ്ടാവണം. ടോട്ടലി എന്റെ മൈൻഡ് എന്ന് പറയുന്നത് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സിനിമയിൽ നായികയാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായിക ആവാൻ. ഏത് നായകന്റെ കൂടെ അഭിനയിക്കണം? അത് കുറയ്ക്കണം എന്തിനാ മമ്മൂട്ടിയുടെ. അങ്ങനെയാണ്. നല്ല പേഴ്സണാലിറ്റി അല്ലേ? പിന്നെ കാണാൻ എന്താ ക്യാമറ. അപ്പൊ ഓപ്ഷൻ സി അത് തുറക്കുന്നു. ടെൻഷൻ ഉണ്ടോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഞാനേ ഒരു പ്രഭാത സവാരിക്കിടയിൽ ഒരു വീട്ടുമുറ്റത്തിൽ ഒരു കുട്ടി നിൽക്കുന്ന കണ്ടു. ആ കുട്ടിയുടെ കയ്യിൽ 2 മാമ്പഴമുണ്ട്. ഞാൻ വെറുതെ ഒരു സൗഹൃദത്തിന് ചോദിച്ചു, ഒരു മാമ്പഴം മോളെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി മാമ്പഴം എടുത്ത് കടിച്ചു. ആദ്യത്തെ മാമ്പഴം കടിച്ചു. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, ഒന്നും പറയുന്നില്ല. 2ാമത്തെ മാമ്പഴവും എടുത്ത് കഴിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അങ്കിൾ ഇത് കഴിച്ചോ, ഇതാണ് മധുരമുള്ള മാങ്ങ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആലോചിച്ചത് വേറൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നന്മയുള്ളവരായിരിക്കും നമുക്കെതിരെ നിൽക്കുക. അത് നമ്മൾ മനസ്സിലാക്കാൻ വൈകരുത്. ആ ഒരു നല്ല ആശയത്തോടെ നമുക്ക് ആരംഭിക്കാം ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ഈ മത്സരവേദിയിലേക്ക് വരികയാണ് തൃശൂർ മതിലകത്ത് നിന്ന് ലക്ഷ്മി KJ. തീരദേശ ഗ്രാമത്തിൽ നിന്നും അറിവിന്റെയും അനുഭവങ്ങളുടെയും പുതിയ തീരങ്ങൾ തേടിയുള്ള യാത്രയാണ് കോളേജ് വിദ്യാർത്ഥിനിയായ ലക്ഷ്മിയുടെ ജീവിതം. തൃശൂർ മതിലകത്തെ തീരദേശ ഗ്രാമമായ കൂളിമുട്ടത്തു നിന്നും കേരളവർമ്മ കോളേജിലെ ക്ലാസ് മുറികളിൽ ലക്ഷ്മി എത്തുന്നത് പഠന മികവിലൂടെ സ്വപ്നങ്ങൾ സഫലമാക്കുവാനുള്ള ആഗ്രഹവുമായാണ്. BA പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ലക്ഷ്മി KJ. ഫോട്ടോഗ്രാഫറായ അച്ഛൻ ജനാർദ്ദനനും അക്ഷയ സംരംഭകയായ അമ്മ സന്ധ്യയും ലക്ഷ്മിയുടെ പ്രതീക്ഷകളിൽ പ്രാർത്ഥനകളുടെ പ്രചോദനമാകുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണു സഹോദരനാണ്. ഒഴിവു സമയങ്ങളിൽ ചിത്രരചനയും അരുമമകളായ അരികിലുള്ള ഇവരോടൊപ്പം കൂട്ടുകൂടാനുമാണ് ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണയാണ് ഈ തൃശ്ശൂരുകാരിയുടെ ചുവടുവയ്പ്പുകൾക്ക് പിന്നിലെ കരുത്ത്. അധ്യാപനമാണ് ലക്ഷ്മിയുടെ മനസ്സിലെ ഇഷ്ടവും മോഹവും. യാത്രകളെ പ്രണയിക്കുന്ന ഈ പെൺകുട്ടി ആത്മവിശ്വാസത്തോടെ കടന്നു വരികയാണ് ഫ്ലവേഴ്സ് 1 കോടിയുടെ അറിവിന്റെ വേദിയിലേക്ക്. ഹായ് ലക്ഷ്മി. ഹായ് സർ. ജീവിതം എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്സ് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അതെ, അവസാന വർഷം. എങ്ങനെയുണ്ട് കേരളവർമ്മയിലെ ജീവിതമൊക്കെ? അടിപൊളിയാണ്. ആണ്. ആരാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവി? പ്രമോദ് സാറാണ്. അപ്പൊ പ്രമോദ് സാറിന് എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. ഓക്കെ. കേരളവർമ്മ കോളേജിലെ ജീവിതം ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടം. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജീവിതം ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അല്ല. എന്തുകൊണ്ട്? അതിന്റെ കീഴിലുള്ള കോളേജല്ലേ തൃശ്ശൂർ. കോളേജിനോട് മാത്രമുള്ള ഇഷ്ടം. യൂണിവേഴ്സിറ്റിനെ വെറുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് വെറുത്തത് നിങ്ങള്? എക്സാംസ് ഒന്നും കറക്റ്റ് സമയത്തിന് നടത്താനില്ല. അല്ല കൊറോണ കോവിഡ് വന്നോണ്ടല്ലേ? അല്ല, അതിന് മുന്നേ അതെ ഒരു കൊല്ലം ടൈം ഉണ്ടായിട്ടും ഫസ്റ്റ് സെമിന്റെ എക്സാം പോലും കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരു കൊല്ലം കൊണ്ട് പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. പെൻഡിങ് വെച്ചു, നീട്ടി വെച്ച് കൊറോണയുടെ ഇടയിലൊക്കെ പോയി എക്സാം എഴുതേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ബുദ്ധിമുട്ടായോ? 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ടായുള്ളൂ. അപ്പൊ അടുപ്പിച്ച് തന്നെയായിരുന്നു എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടായി തോന്നി. ലക്ഷ്മി കരാട്ടെ പഠിച്ചോ?
ചെറുതായിട്ട് ആ ഏതാ ബെൽറ്റ് ഏതാ? ബ്ലാക്ക് എടുത്തിരുന്നത്. ബ്ലാക്ക് ഉണ്ട്. ആ അത് അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഉപകാരം എന്ന് വെച്ചാ ഉപകാരം ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ല ഈ ചുടുകെട്ടടിച്ച് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടോ? ആ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആണോ? എത്ര ചുടുകെട്ടാ? അത് അങ്ങനെയൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. ചുടുകട്ടല്ല, ഓടായിരുന്നു, എന്നെ കൊണ്ട് ഓടൊക്കെ പറ്റുള്ളൂ. അതൊക്കെ കൈയൊക്കെ സ്ട്രോങ് ആയോ? ആ ഏകദേശം. ഇതുകൊണ്ട് വരണ ഒരു കീറിനെ പറ്റുമോ? ചെറുതായിട്ട് ശ്രമിക്കും. ആ നമ്മള് ഈ ശരിക്കും കരാട്ടെ പഠിച്ച പെൺകുട്ടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആൾക്കാർ അനാവശ്യമായി കമന്റ് അടിക്കാൻ വരുമോ? ഇല്ല ഇല്ല, വരില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ കരാട്ടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയൂല, എന്നെ കണ്ടാലും പറയൊന്നുമില്ല. ഇത് ആരും അറിഞ്ഞിട്ടില്ല, ഇപ്പൊ എല്ലാരും അറിഞ്ഞു. കോളേജ് മുഴുവൻ പാട്ടായി കരാട്ടെ ലക്ഷ്മി എന്നുള്ളത്, അല്ലേ? ഒരു പേര് വീണു, കരാട്ടെ ലക്ഷ്മി. കിടക്കട്ടെ, എന്തായാലും കിട. ഇന്നിപ്പോ ആരാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛൻ, അമ്മ, ഫ്രണ്ട്. അച്ഛൻ ഫോട്ടോഗ്രാഫർ ആണല്ലേ? അതിന്റെ കൂടെ പാട്ടും ഉണ്ട്. പാട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും. അക്ഷയ സെന്റർ നടത്തുന്നുണ്ട്. അത് എവിടെയാ? സ്റ്റുഡിയോ ഉണ്ടോ അതോ? സ്റ്റുഡിയോ അക്ഷയ സെന്റർ ഒരുമിച്ചാണ്. അപ്പോ നമുക്കൊരു 2 ലൈൻ കേട്ടാലോ? അച്ഛന്റെ മൈക്കെടുത്ത് 2 ലൈൻ പാടും. തുടങ്ങുമ്പോഴേ നല്ല ഐശ്വര്യം ആയിക്കോട്ടെ. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. വളരെ നന്നായിരിക്കുന്നു. അപ്പോ അച്ഛൻ ഗാനമേളയ്ക്കൊക്കെ പോവോ അതോ ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ പോകും. പോവും. അപ്പോ ദാസേട്ടനുള്ള ഇഷ്ടം കൊണ്ടാണോ ഈ വേഷമൊക്കെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്? പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം ദാസേട്ടൻ തന്നെയാണ്. ദാസേട്ടൻ തന്നെയാ അല്ലേ? അപ്പൊ ദാസേട്ടന്റെ പടമൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എടുക്കാൻ പറ്റിയിട്ടുണ്ട്, മസ്കറ്റിൽ വെച്ചിട്ട് എടുത്തു. താങ്കൾ മസ്കറ്റിലായിരുന്നു? അതെ, മസ്കറ്റിൽ ഒരു പ്രോഗ്രാമിനെ ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു സാറ്. അന്ന് കൈരളി ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അവിടെ ഞാൻ ഫോട്ടോ എടുക്കാൻ ചെന്നത്. ഓക്കെ, മസ്കറ്റിൽ ജോലി ചെയ്തു കുറെ കാലം ചെയ്തിരുന്നു. അത്യാവശ്യം ചെമ്പൊക്കെ ആയോ? ചെമ്പൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. പോയി കിട്ടിയല്ലോ ഒരു നിരാശയുണ്ടല്ലോ. നാട്ടിൽ വന്ന് ചെലവാക്കി കളഞ്ഞോ? അല്ല, കുറച്ച് കുടുംബ പ്രാരാബ്ദങ്ങൾ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. പാട്ടും ഫോട്ടോഗ്രാഫിയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ മോള് കരാട്ടെ പഠിച്ചോണ്ട് അത് ഒരു. എത്ര കുട്ടികളുണ്ട്? 2 പേര്. 2 പേര്. മറ്റേ വിഷ്ണു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകളെ കരാട്ടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചെന്താ? അല്ല, മകനാണ് ആദ്യം വിട്ടത്. അപ്പൊ അച്ഛനെ നിർബന്ധിച്ചെന്ന് പറഞ്ഞു. അതെ, അച്ഛൻ ആർക്കെല്ലാം പൂശാൻ വേണ്ടിയാണോ? അല്ല, അങ്ങനല്ല. മകനെ വിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി മകൾക്കും കൂടി കുറച്ചും കൂടി പഠിക്കുന്ന കൊള്ളാം. പെൺപിള്ളേരെല്ലാം പഠിച്ചിരിക്കണം. കാരണം ഇതൊന്നും അടിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഒരു പ്രതിരോധം എന്നുള്ളതല്ലേ. ആവശ്യം വന്നാല് അല്ലേ ഉപയോഗിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ. ആവശ്യമുള്ള കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ലക്ഷ്മിനെ പഠിക്കാൻ വിട്ടത്. നന്നായി. എന്തായാലും നല്ല തീരുമാനം. ഓരോ അച്ഛനും ഇങ്ങനെ തീരുമാനിക്കണം. അപ്പൊ അമ്മയുടെ പേര് സന്ധ്യ. ഓക്കെ, വീട്ടമ്മയാണോ? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനും ഹസ്ബൻഡും കൂടിയാണ് അക്ഷയ സെന്റർ നടത്തുന്നത്. അക്ഷയ സെന്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്റ്റുഡിയോയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫി അറിയാമോ? അത്യാവശ്യം എടുക്കും അല്ലേ? വേറെ സ്റ്റാഫ് ഒന്നും ഇല്ല. അതിന്റെ നിങ്ങൾ ഒരു കുടുംബ കലയായത് അല്ലേ? ഓക്കെ, നന്നായി. കൂട്ടുകാരി? കൃഷ്ണപ്രിയ. എവിടെയാ വീട്? തൃശ്ശൂർ. എവിടെ പഠിക്കുന്നു? ഇവിടെ മഹാരാജാസിലെ പഠിക്കുന്നു. എറണാകുളം മഹാരാജാസിൽ പഠിക്കുന്നു. മതിലകത്താണോ വീട്? മതിലകത്താ. ഓക്കെ, അപ്പൊ നന്നായി. ലക്ഷ്മി, ഈ പരിപാടിയുടെ സ്വഭാവമൊക്കെ അറിയാലോ? അറിയാം. കണ്ടിട്ടുണ്ടോ? കാണാറുണ്ട്. എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു? ഇങ്ങനെ ഒരു വേദി കിട്ടാന്ന് വെച്ചാൽ അതിന്റെ പ്രശസ്തയാവാൻ തീരുമാനിച്ചു. ചെറുതായിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയ വലിയ അപകട. അയ്യോ, ഫാൻസും ലൈറ്റ്സും ഒക്കെ ഉണ്ടാവും. അല്ല, അതൊന്നല്ല. എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്താൻ ഈ വേദി ഒരു കാരണമാവണമെന്ന് വെച്ചാൽ അങ്ങനെ. എന്തൊക്കെയാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം? എന്താണ്? എനിക്ക് ഇവരൊന്ന് അച്ഛനമ്മേനെ പാരന്റ്സിനെ ഫാമിലിനെ ഒന്ന് സെറ്റിലാക്കാനായിട്ട് അല്ല, അവരിപ്പോ സെറ്റിൽഡ് അല്ലേ? അച്ഛൻ ഈ ബസ്കറ്റിലൊക്കെ പോയി അത്യാവശ്യം കുറച്ച് കാശ് കൊണ്ട് നിങ്ങളെ കൂടെ ചെലവാക്കി കളഞ്ഞു. അതൊക്കെ അവിടെ തീർന്നു. ഞാനതിൽ ഉത്തരവാദിയല്ല. ഉത്തരവാദി അമ്മയാണോ? അല്ല, അമ്മയല്ല. അത് ഫാമിലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെടാൻ പോണത്. അപ്പൊ അതിന് വേണ്ടി എടുത്തുന്നുള്ളൂ, അല്ലാണ്ട് നഷ്ടമായിട്ടൊന്നും. നിങ്ങളുടെ ഫാമിലിയിൽ ശകട കൂടുതലാണോ? കുറച്ച് കൂടുതലാ? എല്ലാരും പല വഴിക്കല്ലേ? ലക്ഷ്മിക്ക് എന്തുവാ വലിയ ഈ പഴയ തറവാട് പോലെ എല്ലാരും ഒന്നിച്ച് താമസിച്ച് ഭക്ഷണമൊക്കെ ഒരു 60 പേർക്ക് വെച്ച് അങ്ങനെയാണോ? അതൊക്കെ നടക്കൂടൂ? 60 പേര് വേണ്ട, ഉള്ളവരെന്നെ പോവാണ്ടിരുന്നാ മതി. അതെന്നെ വലിയ ആശ്വാസം. ലക്ഷ്മിയുടെ കൂട്ടുകാരികൾക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. ഉണ്ട്. അവർക്ക് ഒരു കോംപ്ലക്സ് അടിക്കും. കോംപ്ലക്സ് അല്ല, എനിക്ക് സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് കുറെ ചേട്ടന്മാര്, അനിയത്തിമാര്, ചേച്ചിമാര്, അങ്ങനെ കുറെ പേരുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ മാത്രം ആൾക്കാരുണ്ട്. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ? ഉണ്ട്. അവിടെ ഇവിടെ കേട്ട് കിടക്ക. അല്ലാണ്ട് കൂടെ ഇല്ല. ഇപ്പൊ ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് അങ്ങനെ പോകേണ്ടി വന്നൊരു
പോയി. നിങ്ങൾ അവരൊക്കെ എന്തെങ്കിലും ആവശ്യം വന്ന കുടുംബമായിട്ട് സഹകരിക്കത്തില്ലേ? ഇപ്പൊ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല, 3 കൊല്ലമായിട്ട്. അതെന്താ കോണ്ടാക്ട്? നിങ്ങൾ പിരിച്ചയച്ചാണോ അവര് പിരിച്ചയച്ചാണോ? അവര് സ്വമേധയാ രാജിച്ചു പോയതാണ്. രാജിച്ചു പോയതല്ലേ? അല്ല, ഈ എനിക്ക് തോന്നുന്നത് ഈ ഷെയർ ഒക്കെ ചെയ്തപ്പോ ഉണ്ടായതാണോ? അതെ, പാർട്ടീഷൻ. ഒരുപാട് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള തറവാടായിരുന്നു? ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഉള്ളത് പാർട്ടീഷൻ ചെയ്തു പോയപ്പോ കുറഞ്ഞു എന്നുള്ള കംപ്ലൈന്റിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ ആഗ്രഹം ഇവരെയൊക്കെ ഒന്ന് ഒന്നിപ്പിക്കാൻ എന്തോ വഴി? കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളതാണോ? പൈസ കൊടുത്ത് കൂടെ വരുന്നവരാണെങ്കിൽ അവരാശം ഞങ്ങൾക്ക് ഇല്ല. അല്ലെങ്കിൽ എങ്ങനെ കൂടെ കൂട്ടാവുന്നതാണ്? കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ. ലക്ഷ്മി ആ ക്യാമറ നോക്കി ബന്ധുക്കളോട് ഒരു പ്രസ്താവന നടത്ത്. ചിലപ്പോ അവർ ഒന്നിച്ചു വന്നാലോ? പണ്ടത്തെ പോലെ ആവാൻ നോക്ക. ഇതുവരെയും കഴിഞ്ഞതൊന്നും അല്ലല്ലോ. അതിപ്പോ അവസ്ഥ അനുസരിച്ച് ഇപ്പൊ ഇങ്ങനൊക്കെ പോണു. പക്ഷെ നമ്മ വിചാരിച്ചാ മാറ്റാൻ പറ്റാവുന്നതുള്ളൂ. അതിപ്പോ അവരെ തെറ്റായിട്ട് ഞാൻ പറയണില്ല ഒരിക്കലും. അതങ്ങനത്തെ എല്ലാവരുടെയും സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണതിൽ എന്താ ഉള്ളത്? അപ്പൊ അങ്ങനെ പോണമെന്നാണ് ലക്ഷ്മിയുടെ ആഗ്രഹം. അതെ. അപ്പൊ ഇവിടുത്തെ ഈ മത്സരവേദിയിൽ പങ്കെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം വീട്ടുകാരെയും അല്ലെ ആളുകളെ കൂട്ടുകാരെ ഒന്നിപ്പിക്കണ്ടേ? കൂട്ടുകാരൊക്കെ ഒന്നിച്ചിട്ടുണ്ടല്ലോ. അച്ഛനമ്മയൊക്കെ എങ്ങനെയാ ജീവിതം? കുഴപ്പമില്ല പോകുന്നുണ്ടോ? അച്ഛനമ്മയും അവര് എവർഗ്രീൻ ലവ് സ്റ്റോറി. അടേ ശർക്കരയാണോ? അതെ അതെ. അതെ, എവർഗ്രീൻ ലവ് സ്റ്റോറിയാണോ? അതെ അതെ. എന്റെ അമ്മോ, അച്ഛാ, അമ്മേ. ഓക്കെ, നല്ല കാര്യമല്ലേ അത്? അവരിപ്പോഴും അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. 25 കൊല്ലായി വിജയകരമായ 20 ജൂബിലി ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ നല്ല കാര്യം. ലക്ഷ്മിയുടെ എന്താ അവര് പറഞ്ഞിരിക്കുന്നത്? കോളേജിലൊക്കെ പോകുമ്പോ ആമ്പിള്ളേരോട് ചുറ്റി കറങ്ങരുത് എന്തെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കമ്പനി ഉണ്ടോ? കമ്പനി ഉണ്ട്. എല്ലാവരും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ അങ്ങനെ ജെൻഡർ അങ്ങനത്തെ ഒരു ഒന്നുമില്ല. ഇല്ല. കേരള കോളേജ് പ്രത്യേകിച്ചില്ല. ഇല്ല. ഓക്കെ, പുള്ളി ഒന്ന് നോക്കിക്കോണം. കുട്ടേട്ടൻ, പുള്ളിക്കെന്ന് വെച്ചാൽ ഒരു പരാതിയുണ്ട്. ഞാൻ ഈ ചെറുപ്പക്കാരികൾ വന്നാ പരിചയപ്പെടുന്നില്ലെന്ന്. ഹായ് ലക്ഷ്മി. ഹായ് കുട്ടേട്ടാ. ഹായ് കുട്ടേട്ടാ. ലക്ഷ്മിയുടെ പല രഹസ്യങ്ങളും ഇന്ന് ഇവിടെ തകരാൻ സാധ്യതയുണ്ട്. അയ്യോ, ലക്ഷ്മിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്കറിയാം. പറയട്ടെ? പറയാ, ഞെട്ടിക്കരുത്, വല്ലാണ്ട് ഞെട്ടിക്കരുത്. എന്തായാലും തൽക്കാലം മത്സരം ആരംഭിക്കട്ടെ. നന്നായി മത്സരിക്കൂ. ലക്ഷ്മിക്ക് 1 കോടി രൂപ ലഭിക്കട്ടെ. താങ്ക് യു. അപ്പൊ ലക്ഷ്മി, മത്സരം അറിയാലോ. 10 ചോദ്യങ്ങളുടെ 1 കോടി, 20 ചോദ്യങ്ങളുടെ 1 കോടി. ഏത് വഴി പോകണം? കാനാട്ടുകര വരെ പോണോ മതിലകത്ത് വഴി പോണോ? 20 ചോദ്യങ്ങളിൽ കൂടെ പോകാം. അപ്പൊ നമുക്ക് കാനാട്ടുകര വഴി കേരള കോളേജിൽ ഇറങ്ങാം. അപ്പൊ 20 ചോദ്യങ്ങൾ വഴി 1 കോടി. പ്രിപ്പയർഡ് ആണല്ലോ? മത്സരം ആരംഭിക്കാമോ? ആരംഭിക്കാം. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടുണ്ടോ? ചെറിയ ടെൻഷൻ വേണം ഇവിടെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് എന്തോ വ്യത്യാസം? മതിലകത്ത് നിൽക്കുന്ന പോലെ കേരള കോളേജ് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ അല്ല തോന്നുന്നു. ഓക്കെ, അപ്പൊ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ? കുട്ടേട്ടന്റെ ഒരു ആയുധം. കുട്ടേട്ടാ, ആയുധം എടുക്കൂ. ഹാർട്ട് ബീറ്റ് അത്യാവശ്യമുണ്ട്. 1 2 3 കുഴപ്പമില്ല. കേൾക്കും തന്നെ രസമുണ്ട്. 1 2 3 ഓക്കെ, അത്ര ഹാർട്ട് ബീറ്റ് അല്ലേ ഉള്ളൂ. ഇവിടെ 160 സാധാരണമാണ്. ഒരുപാട് ആളുകൾ അത്ര ഹാർട്ട് ബീറ്റിൽ വരും. അപ്പൊ ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10,000 രൂപയുടെ ചോദ്യം, 10,000 rupees. ഇന്ന് എത്ര രൂപ നേടാമെന്നാണ് പ്രതീക്ഷ? അങ്ങനെ പ്രതീക്ഷയൊക്കെ പോണോടത്തോളം പോട്ടെ. അത്രേ ഉള്ളൂ. പോകുന്നിടത്തോളം പോട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. നമുക്കപ്പോ മോണിറ്റർ പ്ലീസ്. $10,000 രൂപയുടെ ചോദ്യം. രാജസ്ഥാന്റെ തലസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ എ പാറ്റ്ന, ഓപ്ഷൻ ബി ജയ്പൂർ, ഓപ്ഷൻ സി ആഗ്ര, ഓപ്ഷൻ ഡി ശ്രീനഗർ, ഓപ്ഷൻ ഇ ഭോപ്പാൽ. ഓപ്ഷൻ ബി ജയ്പൂർ. കൂട്ടാമോ? കൂട്ടാം. ജയ്പൂർ ആയിരിക്കുമോ ഇതിന്റെ ഉത്തരം? ഊട്ടി. ഓരോരുത്തരുടെ തലയിൽ എഴുത്തുപോലെ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, ജയ്പൂർ. ഊട്ടി കഴിഞ്ഞു. നീ തുറക്കുമ്പോ എന്തോ സംഭവിക്കും. നമ്മ ഇത് ശരിയായിരിക്കുമോ? ഇത് അവിടെ പോയിട്ടുണ്ടോ? രാജസ്ഥാനിൽ പോയിട്ടുണ്ടോ? ഓക്കെ, പേടിയുണ്ട് ഇപ്പൊ ഇത്തിരി അല്ലേ? ഇടിക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോ എന്റെ തലയിൽ എഴുത്തുപോലെ പോട്ടെ. ഉത്തരം മാറ്റണോ? വേണ്ട. അപ്പൊ പിന്നെ തോക്കാൻ തയ്യാറായി ഞാൻ പറഞ്ഞേക്കാം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ജയ്പൂരാണ് ശരി ഉത്തരം. 10,000 രൂപ കിട്ടിയിരിക്കുന്നു. താങ്കൾ ഡയറി എഴുതാറുണ്ടോ? എന്താ ഡയറി എഴുതാൻ കാര്യം? ഡയറി 4ാം ക്ലാസ് വരെയും സ്കൂളിൽ ഡയറി. അമ്മ ഈ ഡയറി വായിച്ചിട്ടുണ്ടോ? അമ്മ വായിക്കാറുണ്ടല്ലേ? സാധാരണ അമ്മയ്ക്ക് വായിക്കാൻ കൊടുക്കുന്ന ആദ്യത്തെ മകളായിരിക്കും ഇത്.
കൊടുത്തിട്ട് അറിയാതെ വായിച്ചാണോ? മറന്നുപോയി ഒളിപ്പിച്ചു വെക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്. ഒളിപ്പിച്ചു വെക്കാനുള്ള സീക്രട്ട് ഉണ്ടായിരുന്നു ഡയറിയിൽ? ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അച്ഛനും വായിച്ചറിഞ്ഞോ? അതോ അമ്മ വായിച്ചിട്ട് അച്ഛനോട് പറഞ്ഞോ? ഇല്ല, രണ്ടാളും. ഞാൻ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കായിരുന്നു ഒരു വൈകുന്നേരം. അമ്മ വന്നോണ്ടിരിക്കുമ്പോ രണ്ടാളും നിന്ന് ഭയങ്കര വായന അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ? അങ്ങനെ വായിച്ചോണ്ടിരിക്കുക. സൗണ്ട് ഒന്നും ഉണ്ടായില്ല, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് വായിച്ചിട്ടുണ്ടാവാ. തകർന്ന് അന്ന് ഭൂമി പിളർന്ന് താഴോട്ട് പോരുന്നെങ്കിൽ ആലോചിച്ചു. ഇല്ല, പിളർന്നില്ല വേണ്ടിയുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചോ മോള്? ചെറുതായിട്ട്. അങ്ങനെയല്ല, അന്നത്തെ ഒരു ബുദ്ധിയുടെ ഇതില് എന്തായിരുന്നു അത് കുട്ടേട്ടാ? ആ ഡയറിയിൽ എഴുതി വെച്ചിരുന്നത് ദിവസവുമുള്ള കാര്യങ്ങളല്ല, പ്രണയലേഖനങ്ങളായിരുന്നു. അങ്ങനെയായിരുന്നു? പ്രണയലേഖനങ്ങളൊന്നുമില്ല, ചെറുതായിട്ട്. അതെ, വളരെ ചെറിയ. അത് പ്രണയ ലേഖനമായിട്ട് തോന്നിയതാ? എഴുതിയ ലേഖനങ്ങളാണെന്നല്ലേ? അതറിയില്ല. 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എഴുതിയ ചെറിയ കുട്ടിയായിരിക്കും എഴുതിയ. ചെറുതായിരുന്നു. ഓ, അതൊക്കെ ഒരു കുട്ടികളി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ആ പ്രണയലേഖനമൊക്കെ മറന്നിട്ട് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 20,000. ഓക്കെ. അച്ഛൻ ജീവിതത്തിൽ തന്ന ഉപദേശം എന്താ? ജീവിതത്തിൽ എന്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം തന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. എന്തുട്ടും മകളിത് എന്ന് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കരുത് അല്ലേ? അതെ, അതേ ഉള്ളൂ. 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ക്രിക്കറ്റ് മത്സരത്തിലെ ഒരു ഓവറിൽ എത്ര നിയമവിധേയമായ പന്തുകളാണ് ഉണ്ടാവുക? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 4, ഓപ്ഷൻ ഇ 8. ക്രിക്കറ്റൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ കാണാറില്ല. ഇല്ല. അച്ഛന് ക്രിക്കറ്റുമായിട്ട് താല്പര്യമുണ്ടോ? അച്ഛൻ കാണാറൊക്കെ ഉണ്ട്. അമ്മയോ? അമ്മക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഈ കൂട്ടുകാരിയോ, നമ്മുടെ കൃഷ്ണപ്രിയ? കൂട്ടുകാരി ഏറെക്കുറെ കാണാറുണ്ട്. ഞങ്ങൾക്കൊരു ഇതാണ് പിടിവള്ളി. അപ്പൊ നമുക്ക് പിടിവള്ളി എടുക്കാം. ആരുടെ പിടിവള്ളി? അപ്പൊ അച്ഛനോട്. നിങ്ങൾ 3 പേരുടെ കൂടി ആലോചിച്ചൊരു ഉത്തരം പറയും. 6 ബോള് കൂട്ടാമോ? 6 ബോൾ എടുക്കാമോ? അത് ഉറപ്പല്ലേ? വിശ്വസിക്കാമോ? ഉറപ്പല്ലേ? വിശ്വസിക്കാം. ഉറപ്പല്ലേന്ന് അച്ഛനല്ലേ ചോദിക്കണ്ടേ? എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കളിയാതല്ലേ. ഓപ്ഷൻ സി പൂട്ടാമോ? സി പൂട്ടാം. 6. അച്ഛൻ മകളോട് പറഞ്ഞ ഉത്തരം അന്ന് ഡയറി വായിച്ചതിന് ദേഷ്യം അച്ഛൻ ഇന്ന് തീർത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്ക് യു അച്ഛാ, താങ്ക് യു. അപ്പൊ 20,000 രൂപ കൈ കിട്ടിയിരിക്കുന്നു. അച്ഛന്റെ ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു കൊടുക്കണം മകൾ ആഗ്രഹിക്കുന്നത്? അച്ഛൻ ഗൾഫിലൊക്കെ പോയി ഒരുപാട് ബുദ്ധിമുട്ടി. അച്ഛൻ അത്യാവശ്യം വീടൊക്കെ വെച്ചോ? വീട് ഇപ്പൊ ഈ അടുത്താണ് ഉണ്ടായത്. ഗൾഫിൽ നിന്ന് വന്നിട്ട് 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീടൊക്കെ ആവണത്. വീടൊക്കെ വലിയ വീട് വെച്ചോ അതോ ചെറിയ വീട് വെച്ചോ? ഞങ്ങൾ വീട് വാങ്ങുകയാണ് ചെയ്തത്. വീട് വാങ്ങിയാ ചെയ്തത്? അത് വലിയ ആഘോഷമാക്കിയോ വീട് വാങ്ങിയതൊക്കെ? ഞങ്ങളുടെ ലൈഫിലൊരു പ്രധാനപ്പെട്ട ഇതല്ലേ. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആഗ്രഹിച്ച വീട് തന്നെ കിട്ടി. അതാണ് ഏറ്റവും വലിയ. ബന്ധുക്കളൊക്കെ വന്നോ? എല്ലാവരും നമ്മൾ ആ പിരിഞ്ഞിരിക്കുന്നവരൊക്കെ വന്നോ? പിരിഞ്ഞിരിക്കുന്നവർ അന്ന് വന്നു. എല്ലാരും വന്നു. ഓൾമോസ്റ്റ് വന്നു. എല്ലാരും വന്നു. സന്തോഷമായിട്ട് പങ്കെടുത്തു. എല്ലാത്തിലും സന്തോഷം ഉണ്ടായിരുന്നോന്നും നമുക്കറിയില്ല. അവര് ഫുഡൊക്കെ കഴിക്കാണ്ടൊക്കെയാണ് പോയത്. അപ്പൊ അത് നമുക്ക് വിഷമായി. വിളിച്ചതാണ്. ഈ ബന്ധുക്കളൊക്കെ വരുമ്പോ ശ്രദ്ധിച്ചോണം. എന്താ നമ്മൾ വിളിച്ചിരുത്തി കഴിപ്പിച്ചു. ഞാൻ നിർബന്ധിച്ചിട്ടും ഒരാളെ ആന്റി മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോ അവർക്ക് ഫുഡ് പിടിച്ചു കാണത്തില്ല. അല്ലാണ്ട് ഉള്ളിലൊന്നും വെച്ചിട്ടായിരിക്കൂലല്ലോ. അല്ല, അച്ഛന് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്നതാണ്. അച്ഛന് എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലെന്നല്ല, എന്റെ ലൈഫിലൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ക്യാമറ പുതിയത് അച്ഛന് വാങ്ങിക്കൊടുക്കണം എന്നാണ്. അച്ഛൻ ഇപ്പൊ നല്ല ക്യാമറ ഇല്ലേ? ഇല്ല. ഏത് ക്യാമറ അച്ഛൻ്റെ ഉള്ളത്? ഇപ്പോൾ പഴയൊരു ക്യാമറ D90. അതാണല്ലേ? പഴയതാണ്. അവർ വാങ്ങാനുള്ള പറ്റിയില്ല. അടുത്തൊന്നും സാഹചര്യം ഉണ്ടായില്ല. അച്ഛൻ പണ്ട് ഏതോ ഒരു കല്യാണത്തിന് പടം എടുക്കാൻ പോയിട്ട് പടം ഒന്നും ഇല്ലായിരുന്നല്ലോ. പടം എടുക്കാനല്ല, വീഡിയോ എടുക്കാനാണ് പോയത്. വീഡിയോ എടുക്കാനാ പോയത്. ഹെഡ് പോയി ക്യാമറയുടെ. ക്യാമറ ഓഫ് ആയി പോയോ? ഹെഡ് അടിച്ചു പോയി. അടിച്ചു പോയതാ? റെന്റിന് എടുത്ത ക്യാമറ ആയിരുന്നു. റെന്റിന് എടുത്ത ക്യാമറയാണ്. മൊത്തം ഷൂട്ട് ചെയ്ത് വീട്ടിൽ വന്നപ്പോ ഒന്നുമില്ല. കൂടി റിഹേഴ്സൽ എടുത്ത് ചെയ്യാൻ നോക്കിയില്ല. മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ വീട്ടുകാരെന്തോ പറഞ്ഞു? വേറെ ക്യാമറാമാൻ ഉണ്ടായിരുന്നതിന്റെ പേരിൽ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അത് മോൾ അറിഞ്ഞോ? അത് ഞാൻ പിന്നീട് വൈകിയാണ് അറിഞ്ഞത്. അച്ഛൻ അങ്ങനെ എല്ലാം ഒന്നും പറയാറില്ല. ഞങ്ങൾക്ക് വിഷമായാലും വെച്ചിട്ട് അങ്ങനെ ഒതുങ്ങി. അച്ഛന്റെ വിഷമം അച്ഛനെന്നുള്ള രീതിയിലാണ് നിൽക്കാറ്. അങ്ങനെ മാക്സിമം നോക്കാറുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് മോൾക്ക് അച്ഛന് ക്യാമറ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നിയത്? അച്ഛനെ പണിക്ക് വിട്ടിട്ട് ഇനി എനിക്ക് ജീവിക്കണം എന്ന് അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷേ അച്ഛന്റെ ഫോട്ടോഗ്രാഫി ലൈഫ് ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു പുതിയ ക്യാമറ യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ വഴി അങ്ങനെ അതെ. അപ്പൊ ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. അപ്പൊ ലക്ഷ്മി, നമ്മൾ ഈ 30,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 30,000. മോണിറ്റർ.
ചോദ്യം ഇതാണ്, ഏത് സംസ്ഥാനത്തിലാണ് ഉടുപ്പി? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ബംഗാൾ, ഓപ്ഷൻ ഡി ഗോവ, ഓപ്ഷൻ ഇ ഹരിയാന. ഓപ്ഷൻ എ കർണാടക. കൂട്ടാമോ? ഓപ്ഷൻ എ കർണാടക. ഉറപ്പിച്ച് പറയൂ, നല്ല ലൗഡറായിട്ട് പറയൂ. കേളർമ കോളേജ് പഠിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ അധൈര്യം ഭാവിച്ചാൻ പാടില്ല. എനിക്കൂടെ പ്രശ്നമാണ്. കർണാടക കൂട്ടാം. അങ്ങനെ അങ്ങ് പറയൂ. കർണാടക കൂട്ടും. കേളർമ കോളേജിലുള്ളവരെല്ലാം ധൈര്യശാലികളാണെന്നാണ് പൊതുവെ വയ്പ്. അതെ. കേരളത്തിലെ മന്ത്രിസഭയിൽ തന്നെ എത്ര പേരാണ് കേളർമ കോളേജിൽ? അതെ. ശരിയായിരിക്കുമോ? ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കാം. കൂട്ടിക്കോൾ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾ ഒരു ചിക്കൻ കറി താല്പര്യമുള്ള ആളാണെന്ന് അറിഞ്ഞു. ചിക്കൻ നോണിനോട് ഭയങ്കര താല്പര്യം. എന്റെ ചെലവിൽ ചിക്കൻ കറി വരുത്തിച്ചാലോ? സന്തോഷം. അത് ഞാൻ വാങ്ങിച്ചു തരും കേട്ടോ. ആ കുട്ടിയുടെ എന്താ പറയാമെന്നല്ലോ. ലക്ഷ്മി, നിങ്ങളുടെ വീട്ടില് എല്ലാവരുടെയും കാലൊടിയുന്നത് ഒരു പതിവാണല്ലോ, എന്താണ് അതിന്റെ പുറകിൽ ഒരു കാര്യം? എല്ലാവരുടെയും കാലൊടിയും? എല്ലാവരുടെയും അമ്മയ്ക്ക് മാത്രം ഇതുവരെയും പറ്റിയിട്ടില്ല. പറ്റട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറ്റാൻ പക്ഷേ അല്ലേ? കുടുംബ പാരമ്പര്യമായിട്ട് നിങ്ങൾ കാലൊടിയുന്നവരാണോ? അല്ല, ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഒരു സമയം വന്നപ്പോ അനിയന്റെ, അച്ഛന്റെ, എന്റെ ഒക്കെ ഒരു ഇല്ലില്ല, ഒരാളുടെ കഴിയുമ്പോ അടുത്ത ആള്, അങ്ങനെ സമയം എടുത്തിട്ട് ഒരാളെ കഴിയുമ്പോ അടുത്ത ആള്. ജോത്സ്യനെ കണ്ടു നോക്കിയോ? ഇവിടെ വരുന്നവരെല്ലാം ജോത്സ്യന്മാരുമായിട്ടാ ബന്ധം, അതാ ഞാൻ ചോദിക്കാൻ കാര്യം. ജോത്സ്യന്മാരൊന്നും അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല. ചെറുതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അത്യാവശ്യം. പക്ഷെ കാലൊടിഞ്ഞതിനൊന്നും ജോത്സ്യനെ കാണാൻ പോയിട്ടില്ല. സൂക്ഷിച്ച് നടക്കാനേ, നേരെ നടക്കാനേ നോക്കിയിട്ടുള്ളൂ. ഈ ചിക്കൻ കറി താല്പര്യമാണെന്ന് പറഞ്ഞു, എന്താ അതിനകത്ത് ഇത്രയും ടേസ്റ്റ് കൂടുതല്? ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂട്ടുകാരും ചിക്കൻ കറി കഴിക്കുന്ന ആളാണ്. കൃഷ്ണപ്രിയ, അതാണോ നിങ്ങളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം? അല്ല. എവിടെ വെച്ചാ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഞങ്ങൾ 1 മുതൽ +2 വരെ ഒരുമിച്ചായിരുന്നു. ആന്നോ? പിരിച്ചില്ല ആരും? ഇല്ല, ആരും പിരിച്ചില്ല. ഓക്കെ, നന്നായി. അത് കഴിഞ്ഞാണ് മഹാരാജേശ്വരി കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ക്വിസിംഗ് ആണ് ഞങ്ങളെ കണക്ട് ചെയ്യുന്നത്. ക്വിസിംഗിന് പോകും? ക്വിസിംഗിന് പോയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്തായി? സ്റ്റേറ്റ് ലെവലിൽ പോവാറുണ്ട്. ശരി. എവിടെ 8 നില പൊട്ടിയത്? അത് ഒരുപാടുണ്ട്. കണക്കൂട്ടാൻ പറ്റത്തില്ല. ഇല്ല, കണക്കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഏത് 1-ാം നില കയറൂ? ഇവിടെ എങ്ങനെയായിരിക്കും കൃഷ്ണപ്രിയയുടെ അഭിപ്രായം? എങ്ങനെ പോവും? 1 കോടി വരെ പോവും. ഇത് കുട്ടേട്ടനേക്കാളും കഷ്ടമാണ്. പ്രൗഡ് ഓഫ് യു. ഐ ആം പ്രൗഡ് ഓഫ് യു അല്ലേ? ഓക്കെ, നല്ല കാര്യം. അപ്പൊ നിങ്ങൾ വലിയ സ്നേഹത്തിലാ അല്ലേ? അതെ. ഈ അടുക്കളയിലേക്ക് കയറി കട്ട് കഴിക്കുന്നൊക്കെ അമ്മ പറയുന്നു. കട്ട് കഴിക്കുന്ന വെച്ചാ മോശമായിട്ട് ഞാൻ അതിനെ കണക്കാക്കല്ല. മോശമല്ല. അല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കണം, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നട്ടപ്പാതിരക്ക് അടുക്കള കയറും അമ്മ അടുക്കള പൂട്ടി കഴിഞ്ഞാലും? നട്ടപ്പാതിരക്ക് ശ്രമിച്ചിട്ടില്ല. നട്ടുച്ചയ്ക്കാണ് ഞാൻ എന്റെ കരുനീക്കങ്ങൾ നടത്താറ്. ഓക്കെ, അപ്പൊ നമുക്കിനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 40,000 മോണിറ്റർ. ഏത് രാജ്യത്തെ നാണയമാണ് റൂബിൾ? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ജർമ്മനി, ഓപ്ഷൻ ഇ ഇംഗ്ലണ്ട്. ഓപ്ഷൻ സി റഷ്യ. കൂട്ടാമോ? Are you sure? Yes, I am sure. ഓക്കെ, ഞാൻ പൂട്ടി. റഷ്യ പൂട്ടി. റൂബിൾ റഷ്യയുടെ കറൻസി ആണെന്ന് പറഞ്ഞ ആദ്യത്തെ കേളർമ കോളേജ് ഏരിയ ആവോന്ന് ഞാൻ ചോദിക്കാ. അവിടെ എല്ലാരും ഇത് തന്നെയാണോ പറയാ? ഓക്കെ, അപ്പോ ശരിയായിരിക്കുമോ? ശരിയായിരിക്കുന്നു. ഞാൻ പണ്ടെപ്പോഴോ ക്വിസിങ്ങിനൊക്കെ പോയിട്ടുള്ള ആളല്ലേ? അവിടെ എല്ലാം ചോദിച്ചിട്ടില്ലേ ഈ ചോദ്യം? ഈ ചോദ്യം പഠിച്ചിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ് ലെവലിൽ ക്വിസറേ അവിടെ ഇത് ശരിയായിരിക്കുമോ? ശരിയാണ്. കൃഷ്ണപ്രിയ ആലോചിച്ച് പറയണം. ശരിയാണ്. മഹാരാജാസ് കോളേജിന് പേര് ഇട്ടിക്കരുത്. കറക്റ്റ് ആയിരിക്കോ? എങ്കിൽ കറക്റ്റ് ഉത്തരം ശരിയാണ്. ലക്ഷ്മിക്ക് യാത്രയൊക്കെ ഇഷ്ടമാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയോ? പോയിട്ടുണ്ട്. വേറെ എവിടെയാ? ഉരുവണം കണ്ടാ പോരെ? ഇനിയും കാണണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പോയി വരൂ. അപ്പൊ ഇനി അടുത്ത സ്ഥലം കേരളത്തിൽ കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതിലും കൂടുതൽ എനിക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എനിക്ക് യൂറോപ്യൻ കൺട്രീസ് ഭയങ്കര ഇഷ്ടമാണ്. യൂറോപ്യൻ കൺട്രീസിൽ എവിടെ? എനിക്ക് UK ഇഷ്ടമാണ്. പിന്നെ ഫ്രാൻസ്, പാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഒന്ന് പോയി വരണം. പോയി വരണം. അത് കല്യാണം കഴിഞ്ഞു പോകാനുള്ള പരിപാടിയാണോ? കല്യാണം കഴിഞ്ഞിട്ട് പോകാനല്ല, എനിക്ക് പഠിക്കാനായിട്ട് പോകാനാണ് താല്പര്യം.
കല്യാണം കഴിഞ്ഞ് പിന്നെ അവരുടെ ഇഷ്ടമൊക്കെ നോക്കി. ഞാൻ അങ്ങനെ ഇഷ്ടം കണക്കാക്കണ ആളൊന്നല്ല. എനിക്ക് എന്റെ ഇഷ്ടം നടക്കണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മി ആരോടെങ്കിലും ഒരു സൗഹൃദത്തിൽ പെട്ടിട്ടുണ്ടോ? സൗഹൃദം ഞാൻ പ്രണയം പോലുള്ള സൗഹൃദത്തിലും പെട്ടിട്ടുണ്ടോ? ഇല്ല, പെട്ടിട്ടില്ല. ഇല്ലല്ലോ. ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ, അച്ഛനും അമ്മയോട് ഇരിക്കുന്നുണ്ടാ ഞാൻ ചോദിച്ചത്. ഓക്കെ. ഇനി നമുക്ക് 5,00,000 രൂപയുടെ ചോദ്യമാണ്. ഒന്ന് പിടിച്ചോളൂ. ഓക്കെ, അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 2. മേലോട്ട് വന്ന എങ്ങനെയുണ്ട്? മേലോട്ട് അടിപൊളി. കൊള്ളാം. കൊള്ളാം അല്ലേ? കരാട്ടെ പഠിച്ചവരാണ്ട് പേടി ഉണ്ടാവൂ? ഹൈറ്റ് എനിക്ക് പണ്ടേ പേടിയാണ്. ഹൈറ്റ് കൂടിയാൽ എനിക്ക് എടുത്ത് ചാടാനൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്നു? അങ്ങനെ ഏതെങ്കിലും ഹൈറ്റിൽ നിന്ന് ചാടിയിട്ടുണ്ടോ? അങ്ങനെയാണല്ലോ എന്റെ കാലൊടിഞ്ഞത്. അങ്ങനെയാണോ കാലൊടിഞ്ഞത്? അതെ. ആ, നന്നായി. അതപ്പൊ നന്നായി. അതായത് തൃശ്ശൂർക്കാർ പറയുന്നത് അങ്ങനെയല്ലേ? അതപ്പൊ നന്നായി അല്ലേ ഗഡികള്. അപ്പൊ 50,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 1,00,000 രൂപ, 50,000. മോണിറ്റ, രൂപയുടെ ചോദ്യമാണ്. ആരെഴുതിയ നോവലാണ് ധർമ്മപുരാണം? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ, ഓപ്ഷൻ ബി OV വിജയൻ, ഓപ്ഷൻ ഇ സക്കറിയ, ഓപ്ഷൻ ഡി UA ഖാസർ, ഓപ്ഷൻ ഇ ബെന്യാമിൻ. വളരെ പ്രശസ്തമായ ഒരു കൃതിയായിരുന്നു. എന്ന് വെച്ചാൽ മലയാളിക്ക് അറപ്പ് തോന്നും, അശ്ലീലമാണ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഒരുപാടുള്ള ഒരു നോവലായിരുന്നു ധർമ്മപുരാണം. ഒരു ഐഡിയ ഇല്ല, എനിക്ക് കൺഫ്യൂഷൻ. അപ്പൊ പിടിവള്ളി എടുക്കാം. കുട്ടേട്ടനോടല്ലേ പറയാം, പറഞ്ഞു. കുട്ടേട്ട ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ലക്ഷ്മി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. 2 ഓപ്ഷൻസ്, അതിൽ 1 ശരി ഉത്തരം. എ സുഭാഷ് ചന്ദ്രൻ, ബി OV വിജയൻ. OV വിജയൻ. കൂട്ടാമോ? ഓക്കെ സാർ. സുഭാഷ് OV വിജയൻ കൂട്ടാം. അപ്പൊ നമുക്ക് OV വിജയനെ നമ്മൾ പൂട്ടുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ കൃതി ഖസാക്കിന്റെ ഇതിഹാസമായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ മറ്റൊരു കൃതിയായിരുന്നു ധർമ്മപുരാണം. എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥ പോലുള്ള സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടി അത് എഴുതിയതാണോ എന്ന് പോലും സംശയമുണ്ട്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ബി OV വിജയനാണ് ധർമ്മപുരാണത്തിന്റെ കർത്താവ് എന്ന താങ്കളുടെ നിഗമനം തെറ്റി എന്നറിയുമ്പോൾ വിഷമിക്കേണ്ട, ശരിയാണ്. അപ്പൊ ഇനി എവിടുന്നെങ്കിലും കോളേജ് ലൈബ്രറി പോയിട്ട് ധർമ്മപുരാണം എടുത്തു വായിച്ചു നോക്കണം. വായിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. വായന കുറവാണ്. നന്നായി. പറയൂ കുട്ടിയേട്ടാ. ലക്ഷ്മിയുടെ ഫാദർ കുറച്ചുനാള് ജയിലിലായിരുന്നു. അതെ. തലയും ജയിലില് എന്തോ ഇൻസ്പെക്ഷൻ വന്നപ്പോ അച്ഛന് കിട്ടി. ലേബർ ചെക്കിങ്ങിന് വന്നപ്പോ. അതെന്തായിരുന്നു? അത് സാറേ, ഞാൻ എന്റെ സ്പോൺസറുടെ വിസയിലല്ല ജോലി ചെയ്യുന്നത്. വേറൊരു, അതായത് ജോലിക്ക് അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യണ അന്നാണ് ലേബർ ചെക്കിങ് വരുന്നത്. ജോയിൻ ചെയ്യുന്നതിന്റെ അന്ന് തന്നെയാണ് ചെക്കിങ്? അന്ന് തന്നെ. അതായത് ആ കമ്പനിയിൽ ഞാൻ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് സിവിൽ ഡ്രസ്സിൽ. എവിടെ വെച്ചായിരുന്നു അത്? മസ്കറ്റില്, ഒമാനിലായിരുന്നു. അതെ അതെ. അപ്പൊ ചുറ്റിനും സിവിൽ ഡ്രസ്സിൽ പോലീസുകാർ വന്നിട്ട് ഞങ്ങളെ 7 പേരെ പിടിച്ചു വന്നു അവിടെ നിന്ന്. അതിലെ ഒരാള് ഞാനായിരുന്നു. അപ്പൊ കിടന്നു. 7 ദിവസം കിടന്നു. അത് മുട്ടടിച്ച കഥ എന്ന് പറഞ്ഞാല് ഞങ്ങള് 7 പേരില് 7ാമത്തെ ലാസ്റ്റിലാണ് ഞാൻ നിന്നിരുന്നത്. ലാസ്റ്റ് ക്യൂവിൽ നിൽക്കണ്, വരിയിൽ നിൽക്കണ്. അപ്പൊ ഏറ്റവും പുറകിലേക്ക് ഞാൻ പോയി. അതിനുള്ളിൽ എന്റെ സ്പോൺസർ ഒന്ന് ഇറക്കുന്ന കരുതിയിട്ടാണ് ഞാൻ ഏറ്റവും പുറകിലേക്ക് പോയത്. പക്ഷെ അവസാനം മുട്ടടി കഴിഞ്ഞു, സ്പോൺസർ വന്നില്ല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് സ്പോൺസർ എത്തിയത്. അപ്പോഴാണ് മോചിപ്പിച്ചതല്ലേ? അതെ അതെ. അവിടുത്തെ ജയിലിലെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ജയിലിലെ അനുഭവം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ജോലി ഉണ്ട് അവിടെ. ജോലി ചെയ്യണം. പാട്ടുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ അവിടെ? ഇല്ലില്ല, പാട്ടൊന്നും ഗുണം ഉണ്ടായില്ല. നമ്മള് പാട്ടുണ്ടെന്ന് തന്നെ മറന്നുപോയി അല്ലേ? പിടിച്ച ആ ടെൻഷന്റെ ഇതില് ആകെ. വീട്ടിൽ അറിയിച്ചായിരുന്നു? അപ്പൊ ഇല്ലില്ല, വീട്ടിൽ അറിയിച്ചില്ല. ഇല്ലില്ല, എന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു അവിടെ. ജ്യേഷ്ഠൻ എന്നിട്ട് ഇറക്കിയത് തന്നെ. ഫൈൻ അടച്ചിട്ട് ഇറക്കിയത്. അപ്പൊ ലക്ഷ്മി എപ്പോഴാ അറിഞ്ഞത് ജയിലിൽ കിടന്നു? ഇടയ്ക്ക് പറയാറുണ്ട് ജയിലിൽ കിടന്ന കഥ. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആണോ? അത് നിങ്ങളെ ഓർപ്പിക്കുന്ന എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ കിടന്ന കാര്യം? വെറുതെ, അത് അച്ഛന്റെ എക്സ്പീരിയൻസ് ആയ കാരണം ഒട്ടും മറക്കാൻ പറ്റാത്തല്ലേ ജയിലിൽ കിടന്നതെന്ന് വെച്ചാ. ജയിൽ തന്നെയാ. അത് 1 മണിക്കൂർ പോയി കിടന്നാലും പ്രശ്നം തന്നെ. അത് ഇവിടത്തെ പോലെ ഒന്നല്ല പറയണ അവിടെ. പുറം ലോകത്തെ ജയിലല്ലേ? അതെ. അപ്പൊ നമുക്ക് എത്ര രൂപയായി ഇപ്പൊ കയ്യില്? 50. ഇനിയിപ്പോ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 60,000. മോണിറ്റർ.
അങ്ങോട്ട് നോക്കിയാൽ ആ പിക്ചർ നന്നായിട്ട് കാണാം. ഏത് പുരാണ കഥാപാത്രമാണിത്? ഓപ്ഷൻ എ പരശുരാമൻ, ഓപ്ഷൻ ബി ബലരാമൻ, ഓപ്ഷൻ സി കടോൽക്കജൻ, ഓപ്ഷൻ ഡി അശ്വത്ഥമാവ്, ഓപ്ഷൻ ഡി ഭീമൻ. കിട്ടിയോ? രണ്ടുപേരുടെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ പിടിവള്ളി വേണോ? പിടിവള്ളി ഡൗട്ട് ഉണ്ടെങ്കിൽ തെറ്റിച്ചുള്ള പൈസ പോകണ്ട. പിടിവള്ളി എടുക്കാം. ആരുടെ പിടിവള്ളി? കുട്ടേട്ടൻ. അതേ ഉള്ളൂ. ഇനി ഒരേ ഒരു പിടിവള്ളിയേ ഉള്ളൂ. അതെ. കുട്ടേട്ടാ, ലാസ്റ്റിലെ വള്ളിയും കൂടെ എടുത്ത് ആക്രമിക്കും. ലക്ഷ്മി അവസാനത്തെ പിടിവള്ളിയാണ്. 2 ഓപ്ഷൻസ്. 1 ശരി ഉത്തരം, ബി ബലരാമൻ, സി കടോൽക്കജൻ. കൂടുതൽ കൺഫ്യൂസ് ആയോ? ഞാൻ വിചാരിച്ച ആള് ഒരാളവിടെ ഉണ്ട്. എനിക്കിങ്ങനെ എപ്പിക്കൊക്കെ ആയിട്ട് വലിയ കണക്ഷൻ ഇല്ല. ഘടോൽക്കജൻ, ബലരാമൻ, ഇവര് രണ്ടുപേരെയും അറിയാത്ത അവസ്ഥയുണ്ടോ? ഒരാളറിയാം, പക്ഷെ അറിവ് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥ. ഏതാ ഉറപ്പിക്കുന്നേ? ഓപ്ഷൻ സി. ആലോചിച്ച് പറയുന്നതാണോ ഇത്? ആലോചിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല. ഇപ്പൊ ഇത് തെറ്റിപ്പോയുള്ള അവസ്ഥ അറിയാമോ? തെറ്റിപ്പോയാൽ ഇപ്പോൾ 10% 5000 രൂപ കിട്ടും. മതിലകം വരെ പോകാനുള്ള വണ്ടിക്കൂലി റെഡി ആയിരിക്കും. അച്ഛന് ക്യാമറ വാങ്ങിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇല്ല, പിൻവാങ്ങി 25,000 രൂപ കിട്ടും. ശരി ഉത്തരമായാൽ 60,000 രൂപ, 60,000. ബലരാമൻ കൂട്ടട്ടെ? കൂട്ടാം. ബലരാമൻ. ഓപ്ഷൻ ബി ബലരാമൻ പൂട്ടിയിരിക്കുന്നു. ഈ ബലരാമനെയാണ് കണ്ടതെന്നാണ് ലക്ഷ്മി വിശ്വസിക്കുന്നത്. ബലരാമ, ഈ കുട്ടിയോട് ക്ഷമിക്കണമേ. അപ്പോ ഞാൻ തുറക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ബോധക്കേട് വരുമോ? ചിലപ്പോ വരുമോ? ഇവിടെ പിടിച്ചിരുന്നുള്ളൂ. ഒരു അൺപ്ലസന്റ് ട്രൂത്ത് വരാൻ പോകുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പൊ 60,000 രൂപ കിട്ടി. ലക്ഷ്മിക്ക് ഈ പേര് കൊണ്ട് തൃപ്തിയല്ലേ? ലക്ഷ്മി പേരെന്ന് വെച്ചാ പേരിഷ്ടമാണ്, പക്ഷെ ഇടയ്ക്ക് എനിക്ക് സങ്കടം വരാറുണ്ട്. എന്താ കാര്യം? പഴയ പേരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലക്ഷ്മി, ശ്രീലക്ഷ്മി എന്നൊക്കെ കേൾക്കുമ്പോ കുറച്ചൊരു മോഡേണിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് ലക്ഷ്മി കുറച്ച് പഴഞ്ച പേരായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ അങ്ങനെയാണ് ഒരു പുതിയ പേര് കണ്ടുപിടിച്ച് അച്ഛനോട് പറയാൻ എന്താ? മാറ്റിയാലോ? അതൊന്നും വേണ്ട. ഇപ്പോഴത്തെ പേരിൽ ഞാൻ ഓക്കെയാണ്. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള പേര്, പക്ഷെ വിഷമം പറഞ്ഞാൽ അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഉള്ള പേരിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഈ പത്രം വായിക്കുമ്പോ ചരമകോളത്തേക്ക് നമ്മ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ലക്ഷ്മിമാരെ കാണാൻ പറ്റും. പേടിയൊന്നുമല്ല, നമ്മ നല്ല നോക്കി വരുമ്പോ അത് കാണുമ്പോ പ്രശ്നമുണ്ട് അല്ലേ? നമുക്കിനി മത്സരത്തിലേക്ക് കിടക്കാം. 70,000 രൂപയുടെ ചോദ്യം. 70,000. മോണിറ്റർ പ്ലീസ്. ഏറ്റവും കൂടുതൽ ആയുസുള്ള സസ്തനി ഏതാണ്? ഓപ്ഷൻ എ മുതല, ഓപ്ഷൻ ബി ആന, ഓപ്ഷൻ സി ബോഹഡ് തിമിംഗലം, ഓപ്ഷൻ ഡി കടലാമ, ഓപ്ഷൻ ഡി ചുറ്റികത്തലയൻ സ്രാവ്. സസ്തനി, കടലാമ സസ്തനി ഇല്ല. ഓപ്ഷൻ സി ബോഹഡ് തിമിംഗലം. കൂട്ടോ? റിസ്ക് എടുക്കാനുള്ള മനസ്സില്ലേ? ചെറുതായിട്ട്, പക്ഷെ മുന്നോട്ട് എന്താവും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്താ കൊള്ളാന്ന് എനിക്കൊരു തോന്നലുണ്ട് അല്ലേ? അതെ, അങ്ങനെ ചെയ്തു. അതിന്റെ ബലം ഇപ്പൊ അനുഭവിക്കുകയും ചെയ്യും. ആയിക്കോട്ടെ അല്ലേ? കരാട്ടെ പഠിച്ച ആളല്ലേ? ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? ഇനി ഏത് ബെൽറ്റാ കിട്ടേണ്ടത്? ഇനിയൊന്നും വേണ്ട, നിർത്തി. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ക്ലാസ് ഒക്കെ ആയി കാരണം ഇവിടെ പിന്നെ കൊറോണ ഒക്കെ ആയി, അങ്ങനെ കുറെ ബ്രേക്ക് ആയി. അപ്പൊ ഇനിയിപ്പോ ബെൽറ്റ് വേണ്ടെന്നുള്ളതാണോ? ബെൽറ്റ് വേണ്ട, അങ്ങനെ ആലോചിക്കുന്നില്ല. ഇല്ല. അപ്പൊ ഓപ്ഷൻ സി അത് തുറക്കുന്നു. ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? നോക്കണോ? അപ്പൊ കുട്ടേട്ടാ ഒന്ന് ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. വേഗം ആയിക്കോട്ടെ. എത്രയായി? 138. കൂട്ടുകാരിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടല്ലോ. ഓക്കെ, കൃഷ്ണപ്രിയ ഞെട്ടിയിരിക്കുക. ഇത്രയൊക്കെ ഹാർട്ട് ഇടിക്കുമെന്നുള്ളത്.
താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് തെറ്റാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ശരിയല്ല. ഉത്തരം ശരിയാണ്. ഭോഗത്തിങ്കലമാണ്. 211 കൊല്ലമാണ് റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ അതും റെഡിയായി കിട്ടി. അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 80,000. മോണിറ്റർ പ്ലീസ്. ആദ്യ ഫുട്ബോൾ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ ആരായിരുന്നു? ഓപ്ഷൻ എ ഗില്ലാർമോ സ്റ്റൈബൽ, ഓപ്ഷൻ ബി പെട്രോസിയ, ഓപ്ഷൻ സി പ്രെഗിഞ്ഞോ, ഓപ്ഷൻ ഡി കാർലോസ് പ്ലൂസിലെ, ഓപ്ഷൻ ഇ സാന്റോസ് ഇരിയാർട്ടെ. ഒരാളെ എനിക്കറിയില്ല. ഇതിലൊരാളെ ആരെയും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എളുപ്പമുണ്ട് അല്ലേ? ഫുട്ബോൾ ഇഷ്ടമാണോ? ഫുട്ബോൾ അങ്ങനെ സ്പോർട്സിനോട് വലിയ താല്പര്യമില്ല. ഏതാ ഇഷ്ടപ്പെട്ട ഫീൽഡ്? ഏതാ? പാട്ടാണോ? പാട്ട് കേൾക്കാൻ ഇഷ്ടാ. പാട്ട് തന്നെയാ ഇഷ്ടം. പിന്നെ വരയ്ക്കാനൊക്കെ ഇഷ്ടാ. വരയ്ക്കുവോ? ഒരു ആർട്ടിസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ? അച്ഛൻ നന്നായി വരയ്ക്കും. അച്ഛൻ വരയ്ക്കുവോ? അച്ഛൻ്റെ കിട്ടിയ കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ആയിരിക്കും. ഗസ് ചെയ്യരുത്, കറക്കി കുത്തരുത്, യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്നില്ല കാണരുത്. എനിക്കിത് പാകജകമൊക്കെ വലിയ ഐഡിയ ഇല്ല ഏതാണ് ശരി. തെറ്റിയാൽ എത്രയാണെന്നറിയാമോ? 8,000. 7,000 ഉള്ളൂ. 7,000 ഉള്ളൂ. തെറ്റിയാൽ 7,000 ഉള്ളൂ. പിൻവാങ്ങിയാൽ 35,000. ഉത്തരം ശരിയായാൽ 80,000 രൂപ. എന്ത് തീരുമാനിച്ചു? ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ തീരുമാനിക്കുന്നു? ഇല്ല, അതിപ്പോ എനിക്ക് തോന്നണം ഞാൻ ഈ കറക്കി കുത്തിയാലും ആ കുത്തിയതായിരിക്കും തെറ്റെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കറക്കി കുത്തിയാൽ തെറ്റും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഓക്കെ, ഇത് മതി. ക്വിറ്റ് ചെയ്യാം. ലക്ഷ്മി KJ ഈ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു. ഇനി ഒരു നല്ല ഉത്തരം പറയും. 35,000 രൂപ കയ്യിലായി. ഇനി ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. സാന്റോസ്. ഓപ്ഷൻ ഇ സാന്റോസ് ഇരിയാർട്ടെ. കൺഗ്രാറ്റുലേഷൻ, നല്ല ഫസ്റ്റ് ക്ലാസ് തെറ്റാ. ഗില്ലാർമോ സ്റ്റൈബൽ 8 ഗോളുകളാണ് അടിച്ചത് 4 കളിയിൽ. അപ്പൊ അറിയില്ല. അപ്പൊ പിൻവാങ്ങിയതല്ലേ? നന്നായി. അപ്പൊ 35,000 രൂപ കയ്യിലുണ്ട്. ലക്ഷ്മി, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. മത്സരം നമ്മളിവിടെ അവസാനിക്കുന്നു. പ്രത്യേകിച്ച് കേരള കോളേജ് നമുക്ക് സ്വന്തം കോളേജല്ലേ. അപ്പൊ അവിടുത്തെ ഒരു പെൺകുട്ടി വന്നിവിടെ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. അച്ഛന്റെ പാട്ടൊക്കെ കൊള്ളാം, ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടണം. താങ്ക് യു. അപ്പൊ നമുക്ക് താട്ട് പോയാലോ? നമുക്ക് ചെക്ക് വാങ്ങിച്ചു പിരിയണ്ടേ? കുട്ടേട്ടാ പ്ലീസ്. ലക്ഷ്മി 35,000 രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ടു. ഇനി നമുക്ക് വാങ്ങിച്ച് മടങ്ങണം. ലക്ഷ്മി KJ 35,000. ഇത് മൈജി നൽകുന്ന സമ്മാനത്തുകയാണ്. ഇനിയിപ്പോ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു യു. അതായത് മിസ് ലക്ഷ്മി KJ ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. 1 കോടി. അത് നിങ്ങളുടെ കോളേജിൽ അറിയാമോ അങ്ങനെ 1 കോടി പറയുന്നത്? കടുപ്പിച്ചു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞോളൂ, 1 കോടി. അപ്പൊ ഈ കോടിയും കൊണ്ട് വീട്ടിൽ പോക്കുള്ളൂ. ഈ വഴിയാണ് കേരള കോളേജിലേക്കുള്ള വഴി. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് ഷോ. ഇനിയും കാണണം. ഓക്കെ, ബൈ. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വേദിയിലേക്ക് വരുന്നു കിളിമാനൂരിൽ നിന്ന് പ്രിയ BP. 18ാമത്തെ വയസ്സിൽ വിവാഹിതയായ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനി പ്രിയയ്ക്ക് വീട്ടമ്മയാകുന്നതിന് പകരം വിധി കരുതി വെച്ചത് വീട്ടുജോലിക്കാരിയായി സ്വന്തം കുടുംബം പുലർത്താനുള്ള ദൗർഭാഗ്യം. കൂലിപ്പണിക്കാരായ കിളിമാനൂർ മഹാദേവേശ്വരം സ്വദേശികളായ ബാബുവിന്റെയും പ്രഭയുടെയും മകൾ പ്രിയയ്ക്ക് ജീവിതം പ്രിയപ്പെട്ടതൊന്നും നൽകിയില്ല. എങ്കിലും നിരാശയില്ലാതെ പുതിയ പ്രതീക്ഷകളിലേക്ക് യാത്ര തുടരാനാണ് പ്രിയയ്ക്കിഷ്ടം. മുറച്ചെറുക്കനുമായി 18ാം വയസ്സിലെ വിവാഹം 4 വർഷം മാത്രം നീണ്ടുനിന്ന ദയനീയ ദാമ്പത്യമായിരുന്നു. സ്ത്രീധനമായിരുന്നു ഭർത്താവിനൊപ്പം പ്രിയയുടെ ജീവിതത്തിലെ വില്ലനായി മാറിയത്. ഭർത്താവിൽ നിന്നും ആദ്യം കേട്ടു തുടങ്ങിയ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അധിക്ഷേപം പിന്നീട് ജോലിസ്ഥലത്തും പരിചയക്കാരും പരിഹാസത്തോടെ ആവർത്തിച്ചപ്പോൾ പ്രിയ നിസ്സഹായതയുടെയും നിർവികാരതയുടെയും നടുവിലായിരുന്നു. ആരോടും പരാതിയില്ലാതെ അറിയാവുന്ന ജോലികളെല്ലാം ചെയ്ത് മക്കളായ വൈകിയെയും വൈഷ്ണവിനെയും പട്ടിണിക്കിടാതിരിക്കാനായിരുന്നു പ്രിയയുടെ ആഗ്രഹവും ആവശ്യവും. വീട്ടമ്മയാകേണ്ട പ്രായത്തിൽ വീട്ടുജോലികൾ ചെയ്താണ് പ്രിയ മക്കളെ വളർത്തിയത്.
ജോലികളോടൊപ്പം ഇപ്പോൾ ആറ്റിങ്ങൽ ITIയിൽ പഠനത്തിനും സമയം കണ്ടെത്തിയിരിക്കുകയാണ് ഈ കിളിമാനൂരുകാരി. ഒറ്റപ്പെടുത്തലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കുമിടയിൽ പ്രതീക്ഷകളാണ് ജീവിതത്തിന്റെ പ്രകാശമെന്ന തിരിച്ചറിവുമായി അറിവിന്റെ വേദിയിലേക്ക് പ്രിയ വരുന്നു. ഹായ് പ്രിയ. ഹായ് സർ. BP എന്താണ്? അച്ഛന്റെ അമ്മയുടെ പേരാണ്. ഞാൻ വിചാരിച്ചു BP വല്ലതും കയറിയോ. മത്സരത്തിന് വന്നല്ലേ? BP എങ്ങനെയാ? BP നോക്കണോന്ന് നോക്കാം. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം BP എത്രയുണ്ടെന്ന്. അത്യാവശ്യം ഉണ്ട് അല്ലേ? 144, 144. മോശമല്ല. ഹാർട്ട് നല്ല പണിയെടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ അത് റിലാക്സ് ആയിക്കോളും. പ്രിയ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ ഡേറ്റ എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ 3 ദിവസം ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്നുണ്ട്. ITIയിൽ. എന്താ പഠിക്കുന്നത് കോളേജില്? ഇവിടെ ITI കോളേജിൽ TPS എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം. ഓക്കെ. എന്റെ പൊന്നെ, കുറച്ച് കടത്ത കൈയാണല്ലോ. അല്ല, അതെ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ ജോലിക്കും പോവാന്ന് വെച്ച്. അപ്പൊ ഇപ്പോഴ് പരീക്ഷ ആയ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസം കോളേജിലും 3 ദിവസം ഓഫീസിലും പോകും. ജോലിക്ക് പോയി പഠിച്ചോണ്ടിരിക്കുക അല്ലേ? രാവിലെ വീട്ടില് ജോലിക്ക് പോകും. ഏതോ സീരിയൽ അഭിനയിച്ചു ഈ ഇടയ്ക്ക്? ഉണ്ട്, കല്യാണിയില്. കല്യാണി, മഴവിൽ മനോരമയിൽ വരുന്ന കല്യാണി അല്ലേ? ഓ, കല്യാണിയിൽ അഭിനയിച്ചോണ്ടിരിക്കുക. സീരിയൽ അഭിനയം ഇഷ്ടമാണോ? അഭിനയം ഇഷ്ടമാണ്. സ്റ്റോറി എഴുതുന്നുണ്ട്, ഒരു ഡയറക്ഷൻ ഇഷ്ടമാണ്. പിന്നെ നമുക്കത് നടക്കുമെന്ന് തോന്നുന്നില്ല. കുറെ പരിപാടികൾ ചെയ്യാണല്ലോ. രാവിലെ ഒന്നും സമയം കിട്ടത്തില്ലല്ലോ. ഇത് എന്തെല്ലാം ചെയ്യും? എഴുതുന്നു, അഭിനയിക്കുന്നു, ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു, ഡയറക്ഷൻ ചെയ്യുന്നു. അല്ല, ഞങ്ങളിപ്പോ പിന്നെ വേറെ എന്താകണം? ഇല്ല, ഇപ്പൊ ഒരു പൊടിപൂരം ചാനലുണ്ട്. ഞങ്ങളൊരു ചാനലുണ്ട്. അപ്പൊ അതിലൊരു പൊടിപൂരം ഒരു ചാനലോ? അല്ലെ, പൊടിപൂരം പേരുള്ള ചാനലേ. അപ്പൊ അതെന്തോ ചാനൽ? യൂട്യൂബ് ചാനലാണ്. പൊടിപൂരമായിട്ട് പോകുന്നുണ്ടോ അത്? അത്യാവശ്യം ഞങ്ങളിപ്പോ ഇറങ്ങി കുറച്ചു പേരായിട്ട് ഇറങ്ങിയോ? ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അതിലൊരു സ്ക്രിപ്റ്റ്, ഒരു ഡയറക്റ്റ് എന്ന് വെച്ചാൽ വലിയ ഡയറക്ഷൻ ഒന്നും അല്ല. നമുക്കൊരു ആൾ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാനുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു ഹൊറർ ചെയ്യാനായിട്ട്. സിനിമയിൽ അഭിനയിച്ചോ? സിനിമയില് അങ്ങനെ അഭിനയല്ല. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ആ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെയാണ് പോകുന്നത്. അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറെ പേര് കളിയാക്കുന്നുണ്ട്. അത് എന്റെ കോല ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, എന്നെ കണ്ടാ കാർട്ടൂൺ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്ന. സിനിമയിൽ പോയപ്പോ ചാൻസ് ചോദിച്ചു പോയോ? ഇല്ല, അങ്ങനെ ആരോടെയും പോയി ചാൻസ് ഒന്നും ചോദിക്കില്ല. നമ്മള് ഇങ്ങനെ ആരെങ്കിലും വിളിക്കും, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പാസിങ്ങിന് ആള് വേണമെന്നൊക്കെ പറയും. അപ്പൊ ഇപ്പൊ വിനായകന്റെ ഒരു 12 എന്നുള്ള സിനിമയില് അതിൽ ചെറിയൊരു ഫേസ് കാട്ടത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ നല്ല അനുഭവമായിരുന്നോ? അവർക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മള് പറഞ്ഞില്ല, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആകുമ്പോഴേ നമ്മള് ബാക്കിലായിരിക്കുമല്ലോ, ഫ്രണ്ടിൽ വരുന്നില്ല. പിന്നെ അതില് മോൻ കരയുന്ന രംഗത്തില് എന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തി ഒരു ഇതില് പിടിച്ചോമെന്ന് പറഞ്ഞു മോനെ. വിനായകൻ കുഞ്ഞിലേ ഉള്ള ഒരു രംഗത്തിൽ പിടിച്ചു നിന്നു. അപ്പൊ സിനിമയിൽ വന്നു. അതറിയത്തില്ല. അതും അറിയത്തില്ല. ഇനി ഒരു സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ അത് കട്ടായി പോയി. അത് പിന്നെ ഇറങ്ങിയില്ല. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛനും അമ്മയും വേറെ വാടകയ്ക്കാണ്. ഞാനും മക്കളും വേറെ വേറെയാണ്. അപ്പൊ ഇന്ന് ആരാ കൂടെ വന്നത്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, 2 മക്കളും ഉണ്ട്. താങ്കള് കല്യാണം കഴിച്ചു വളരെ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ചു. എത്ര വയസ്സിൽ കെട്ടി? 18 വയസ്സിൽ. 18 വയസ്സിലേ കെട്ടി. അതായത് അതെന്താ ഇത്ര അത്യാവശ്യമായിട്ട് കല്യാണം കഴിച്ചത് 18ാമത്തെ വയസ്സിൽ? അങ്ങനെ എനിക്കൊക്കെ +2 അച്ഛന് സുഖമില്ലാതായ സമയത്ത്, ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴ് പഠിത്തമൊക്കെ നിർത്താൻ പറഞ്ഞു. അമ്മയ്ക്ക് കൊണ്ട് പറ്റത്തില്ല. കാരണം ആ സമയത്ത് എന്നെ വണ്ടി ഇടിച്ചു, അച്ഛന് വയ്യാണ്ടായി. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴ് ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും നമുക്ക് ഈ OEC ആണ്, അപ്പൊ സ്റ്റൈഫൻഡ് കിട്ടുമെന്നുള്ള ഒരു ഇതുകൊണ്ട് കോളേജിൽ പാൽ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ സാറിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഫീസ് അപ്പോഴും തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി പഠിച്ചു. +2 കഴിഞ്ഞു. നമ്മള് സത്യം പറഞ്ഞ ഈ ഓരോരുത്തർ മനസ്സിലിങ്ങനെ നമ്മൾ പറയും, ഇനി പഠിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളെ മനസ്സിങ്ങനെ വീണ്ടും താഴും. അങ്ങനെയാണ്. അതല്ല, നമുക്കിങ്ങനെ പ്രചോദനം തരാൻ ഒരാൾ, നീ മുന്നോട്ട് പോയാൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെ പോലുള്ളവർ. കല്യാണം കഴിച്ചത് അല്ല, അത് അമ്മയ്ക്ക് എപ്പോഴും സുഖമില്ലാതായി പോയി. അമ്മയ്ക്ക് സുഖമില്ലാതെ മോളെ കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? 2 പെൺപിള്ളേരുള്ളതല്ലേ. അപ്പൊ ഏതെങ്കിലും ഒന്നിനെങ്കിലും പുറത്തിറക്കിയാൽ അത്രയും ഒരു സന്തോഷമായി, സമാധാനമായി. അമ്മയുടെ പേരെന്ത്? പ്രഭ. ഇവിടെ വീട് കിളിമാനൂര്. അച്ഛന്റെ പേര്? ബാബു. ബാബു എവിടെ? കിളിമാനൂര് തന്നെയാണോ? ഓക്കെ. മോന്റെ പേരെന്താ? വൈഷ്ണവ്. സ്കൂളിൽ പോയി തുടങ്ങിയോ? ഏത് സ്കൂളില്? മോളോ? വൈഗയും വൈഷ്ണവ അല്ലേ?
ഓക്കെ, വൈഗയുടെ സ്കൂൾ ഏതാ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ കളിയുടെ സ്വഭാവം അറിയാമോ? 10 ചോദ്യങ്ങളുടെ നമുക്ക് 1 കോടി നേടിയെടുക്കാം, 20 ചോദ്യങ്ങളുടെയും 1 കോടി നേടിയെടുക്കാം. അപ്പൊ ഏത് വഴി പോണം? വേഗം പോണോ പതുക്കെ പോണോ? പയ്യെ പോയാ മതി. പയ്യെ പോയാ മതി. 1 കോടി അടിച്ചെടുക്കൂ ഇന്ന്. അതൊക്കെ ഭഗവാന്റെ കയ്യിലായിരിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാമോ? ബോസ്. പറയൂ കുട്ടേട്ടാ. ഹലോ പ്രിയ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ്. സുഖമാണ്. വൈഷ്ണവ്, വൈഗ, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. ഓക്കെ പ്രിയ, എങ്കിൽ നന്നായി മത്സരിക്കൂ. ആയുധം പ്രയോഗിക്കുന്നില്ലേ 1 കോടി കിട്ടിക്കോട്ടെ എന്ന്? ബോസ്, ആർക്കും ഇത് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനത് നിർത്തി. നിർത്തിയ പരിപാടി. അല്ല, എന്നാലും പറയണം കുട്ടേട്ടൻ, കാര്യം ഇല്ലെങ്കിൽ കുട്ടേട്ടൻ പറയാത്തോണ്ട് കിട്ടില്ലെന്ന് തോന്നുന്നു അവർക്ക്. പ്രിയക്ക് 1 കോടി രൂപ ലഭിക്കട്ടെ. 1 കോടി രൂപ എന്താ പണത്തെ? പൈസക്ക് വലിയ അത്യാവശ്യമുണ്ടോ? പൈസക്ക് അങ്ങനെ അത്യാവശ്യം ഇല്ലാത്തവരാരും ഇല്ല എന്ന് വെച്ചിട്ട് 1 കോടി രൂപയൊന്നും വേണ്ടല്ലേ? പേടിയാവൂ 1 കോടി കിട്ടിയ? ചിലപ്പോ അറിയാൻ പറ്റൂല. അപ്പൊ എന്നാലും ഇന്ന് 1 കോടി അടിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഓക്കെ, അവർ റെഡി? ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ. അങ്ങോട്ട് നോക്കിക്കോളൂ. LED ഒരു വീഡിയോ വരാൻ പോവുകയാണ്. പ്ലേ. പടം കണ്ടല്ലോ. വീട്ടുജോലി ചെയ്ത് പഠിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്, ഒരു സ്ത്രീയുടെ കഥയാണ്. ഏതാണ് ഈ ചിത്രം? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ഹൗ ഓൾഡ് ആർ യു? ഓപ്ഷൻ ബി, ഉദാഹരണം സുജാത. ഓപ്ഷൻ സി, ലക്ഷ്യം. ഓപ്ഷൻ ഡി, പ്രതി പൂവൻകോഴി. ഓപ്ഷൻ എ, ചതുർമുഖം. ഉദാഹരണം സുജാത. ഉറപ്പാണോ? ഉറപ്പാ. കൂട്ടാം. ഓപ്ഷൻ ബി. കണ്ടോ ഈ സിനിമ? കണ്ടോ? കണ്ടു. കണ്ണു നിറഞ്ഞു പോയല്ലോ. അതെന്താ, സിനിമ കണ്ടിട്ടാണോ? ചേച്ചി പോകുന്ന പോലല്ലേ? അതുപോലെ തന്നെയൊക്കെയാണ് എന്റെ ജീവിതം അല്ലേ? അതുകൊണ്ട് കരഞ്ഞു പോയതാ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി പൂട്ടിയിരിക്കുന്നു. ഉദാഹരണം സുജാത. താങ്കൾക്ക് കൺഗ്രാറ്റുലേഷൻസ്, 10,000 രൂപ കിട്ടിയിരിക്കുന്നു. വീട്ടിൽ പ്രധാന വരുമാന മാർഗം എന്താ? പ്രധാന വരുമാന മാർഗം, എന്റെ വരുമാന മാർഗം ഫസ്റ്റ് വീട്ടുജോലിക്കാണ് പോകുന്നത്. അപ്പൊ പ്രിയയും കുട്ടികളും മാത്രമാണ്. ഭർത്താവില്ല. എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു പോയതാ. പുള്ളി ഉപേക്ഷിച്ചോ പ്രിയ ഉപേക്ഷിച്ചോ? പുള്ളി ഉപേക്ഷിച്ചതാ. എന്താ കാര്യം? നിങ്ങളെന്തോ ബന്ധുക്കൾ തമ്മിൽ കല്യാണം അല്ലായിരുന്നു? ബന്ധുക്കൾ തമ്മിലാ അല്ലേ? മുറച്ചെറുക്കനായിരുന്നു. മുറ തെറ്റിയോ? മുറ തെറ്റിന്ന് പറയാ. അല്ല, എന്തായിരുന്നു? എത്ര കാലം ഒന്നിച്ച് താമസിച്ചു? മോന് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് 1 വയസ്സ് വരെയൊക്കെ. 1 വയസ്സ് വരെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം? എന്തായിരുന്നു? അവര് ആദ്യമൊക്കെ വലിയ കാര്യമായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചോണ്ട് ചില സമയത്ത് ഒരു 50,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനെന്ന് പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ സംസാരിച്ചു. കല്യാണത്തിന് ശ്രീധനമല്ല, ശ്രീധനം എന്ന് പറയാൻ പാടില്ല, കൊടുക്കണം എന്ന് വെച്ചോ. എന്റെ അമ്മ എനിക്ക് തന്ന സമ്മാനം, അതില് 5 പവനും 1 ലക്ഷം രൂപയും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ 50,000 രൂപ ബാലൻസ് ഉണ്ട്. പിന്നെ എന്റെ അച്ഛൻ പാവം ആണെങ്കിൽ ഇത് കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാ. എന്നാലും വീട്ടുകാര്യങ്ങള് നമ്മളെ വളരെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അല്ല, അച്ഛനും ജോലിക്ക് പോയി തന്നെയാ നോക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂലിപ്പണിക്കാനാ പോകുന്നത്. അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുന്ന പൈസ വീട്ടിലെത്തുവോ അതോ ഷാപ്പിലെത്തുവോ? കുറച്ച് കുടിച്ചിട്ട് ബാക്കി എന്തായാലും ഈ ഇടുപ്പിൽ കെട്ടിയിട്ടേക്കും. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഈ 18 വയസ്സിലേക്ക് കല്യാണം കഴിപ്പിച്ച എന്താണ്? 18 വയസ്സിൽ പിന്നെ അവളെ കല്യാണ സമയത്ത് നടക്കൂല എന്ന് പറഞ്ഞതും കൊണ്ട് ജോത്സ്യത്തിൽ പോയി നോക്കി. എന്നുവെച്ചാൽ 2 പെങ്കൊച്ചുങ്ങളുണ്ട്, ഞാൻ മാത്രമല്ലേ ഉള്ളു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊച്ചുങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം ആവില്ലെന്ന് വെച്ച് 18 വയസ്സായപ്പം അണ്ണം വന്ന് ആലോചിച്ച് കൊടുത്തു. ഇപ്പൊ ഇത്ര ഗതികേട് വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ 2 പെൺകുട്ടികളാണല്ലേ? 2 പെൺകുട്ടികളാണ്. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ സമ്മാനം കിട്ടാത്തതിന്റെ തർക്കം തുടങ്ങിയോ? തർക്കം തുടങ്ങി. അയാൾ എന്തായിരുന്നു ജോലി? അണ്ണന് കൂലിപ്പണിയായിരുന്നു. പിന്നെ പുള്ളി കല്യാണം കഴിച്ചോ? വേറെ ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഒരു കൊല്ലമേ നിന്നുള്ളൂ? ഇല്ല, മോന് ഒരു വയസ്സ് വരെ. എത്ര കൊല്ലം എല്ലാം കൂടി ഒരു 4 കൊല്ലം. 4 കൊല്ലം കഷ്ടിച്ച് തല്ലി പഠിപ്പിച്ച് മുന്നോട്ട് പോയി അല്ലേ? അപ്പൊ ഭർത്താവും നിങ്ങളുമായിട്ടുള്ള പ്രധാന പ്രശ്നം എന്തായിരുന്നു? ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് അതൊരു മോഡൽ ആയിക്കോട്ടെ. അത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പയ്യൻ വിവാഹം കഴിക്കുമ്പോ സത്യത്തില് അവന്റെ ഭാര്യയ്ക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ അത്യാവശ്യം ആഹാരം കൊടുക്കുക, രണ്ടാമത്തെ അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക. വലിയ 10,000, 2,000, 3,000 രൂപയൊന്നും അല്ല, 500 രൂപ അല്ലെങ്കിൽ 300 രൂപയുടെ ഡ്രസ്സ് വാങ്ങി കൊടുത്താലും മതി.
നാട്ടിലുള്ളവരൊന്ന് വാങ്ങേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട്. അല്ല, ആഹാരം കിട്ടത്തില്ലായിരുന്നു? ആഹാരം അണ്ണ ഇവിടെ ഇല്ലല്ലോ. അണ്ണൻ ഇവിടെ ഇപ്പൊ മോളായ ശേഷം ഞങ്ങള് പിണങ്ങി അവിടെ നിന്ന് വന്നായിരുന്നു. ഇപ്പൊ അവരെ വസ്തുവിന്റെ തർക്കമൊക്കെ വെച്ച് ഇപ്പൊ വാടക വീട്ടിൽ കിടന്നാലും വസ്തു ഒന്നും വേണമെന്നില്ല. ഇന്നിരുന്ന് ഇപ്പൊ നാളെ മരിച്ചു പോണു. നമുക്കിപ്പോ അത്യാവശ്യം ജീവിക്കാനുള്ളതും അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് കിട്ടാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിന് പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വേറെ വീട് താമസിക്കാന്ന് പറഞ്ഞു. വേറെ വീട് അത്യാവശ്യം എൻ്റെ എല്ലാം കൂടെ ഒക്കെ വിറ്റൊക്കെ ഒരു വെച്ചു. വീട് പകുതി ആയിട്ടേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല. വീട് വെച്ചു. അതിന്റെ കട്ടളയ്ക്കോ ഒന്നിനും വന്നിട്ടില്ല അണ്ണൻ. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോകുന്ന വെച്ച് വീട് വെച്ച ശേഷം പിന്നെ ഇവിടെ നിക്കത്തില്ല, നേരെ അങ്ങ് തന്നെ പോകണം. വീട് വെച്ച് കഴിഞ്ഞു വരത്തില്ല. ഇവിടെ നിക്കത്തില്ല. 5 ദിവസം ഇവിടെ വന്നിട്ട് പിന്നെ ബാക്കി. ജോലിക്ക് പോകുന്നത് ഇഷ്ടമായിരുന്നോ? എനിക്കോ? ജോലിക്ക് പോകുന്നത് ഇത് ഇഷ്ടമാ, പക്ഷെ കമ്പ്യൂട്ടർ പണിയൊന്നും ചെയ്യരുത്. പിന്നെ ഏത് പണി ചെയ്യാം? അണ്ണന്റെ ലെവലിനെയും കാട്ടി താഴെയുള്ള എന്ത് പണിയും. അണ്ണന്റെ ലെവൽ ഏതാ? അണ്ണന്റെ ലെവലിൽ കൂലിപ്പണിയല്ലേ? കൂലിപ്പണി. അപ്പൊ അതിനേക്കാളും താഴെയുള്ള പണി ഏതാ? ക്ലീനിങ് ഉണ്ട്. ക്ലീനിങ്? ബാത്റൂം ക്ലീനിങ്. ബാത്റൂം, ടോയ്ലറ്റ് ക്ലീനിങ്, അതൊക്കെയാണ് കൂലിപ്പണിക്ക് താഴെയുള്ള പണി. അതറിയില്ല, അതേ സെയിം ആയിട്ട് നിൽക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള പണികൾ ചെയ്യുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം. ഓഫീസ് വർക്ക് ചെയ്യാൻ പാടില്ല. ഇല്ല, ഞങ്ങൾക്ക് പഞ്ചായത്ത്. ഭാര്യ എന്നെക്കാളും വലിയ ഗമാലിറ്റി ആണെന്നുള്ള ഇതാണോ? അറിയില്ല, എന്താ അവർക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ലയോ? എന്താ പുള്ളിയുടെ പ്രശ്നം ചോദിച്ചു. അപ്പൊ അണ്ണൻ അങ്ങനത്തെ ഒന്നുമില്ല. ഈ വേറെ ഉപദ്രവങ്ങളൊന്നും ഇല്ലായിരുന്നോ? ഉപദ്രവം ഉണ്ടായിരുന്നു. ഉപദ്രവം ഉണ്ടായിരുന്നു? അതും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറവൊന്നുമില്ല? ഒരു കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല ഇല്ലായിരുന്നു. അതെന്ന് വെച്ചാല് ഉപദ്രവം തടയാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാര്യം നിങ്ങൾ അടുത്ത ബന്ധുക്കളല്ലേ? ഇല്ല. അമ്മ ഇവിടുത്തെ അന്നെന്ന് പറയണത് ഇന്നത്തെ എന്റെ സ്വഭാവം അല്ല. അന്നത്തെ കുറച്ച് കടുപ്പായിരുന്നു. അല്ലല്ല, പാവായിരുന്നു. ഇന്നിപ്പോഴോ? ഇന്നിപ്പോ ഭയങ്കര ദേഷ്യമുണ്ട്. ഭയങ്കര ദേഷ്യമുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയപ്പോ? ഭയങ്കര സ്ട്രോങ് ആണല്ലേ? ഇപ്പൊ കിട്ടിയാലേ പുള്ളി പരിവായി കളയോ? പറയാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 20,000 രൂപയുടെ ചോദ്യം. 20,000. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്. ഈച്ച കണ്ടിട്ടുണ്ടല്ലോ? നമ്മുടെ വീട്ടിലുള്ള ഈച്ച. ഈച്ചക്ക് എത്ര ചിറകുണ്ട്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4, ഓപ്ഷൻ ഇ 5. ഈച്ചയെ പിടിച്ച് എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇല്ല. എത്രയായിരിക്കും? പിടിവള്ളി വേണോ? ആരുടെയാ? കുട്ടേട്ടാ, പിടിവള്ളി. പ്രിയ, 2 ഓപ്ഷൻസ്, അതിൽ 1 ശരി ഉത്തരം. എ 1, ബി 2. കുട്ടേട്ടൻ എങ്ങനെയാന്ന് വെച്ചാല് 2 ഉത്തരം തരും. അതിൽ നമുക്ക് ശരിയുള്ള ഉത്തരം എടുക്കാം. 2. ഓപ്ഷൻ ബി പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ബി 2. താങ്കൾ പറഞ്ഞ ഉത്തരം. അപ്പൊ ഓപ്ഷൻ ബി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ ഈച്ചയുടെ വില 20,000 രൂപ. താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഈ ബന്ധുക്കളെ ഇടപെടുത്തി കുറച്ചു കാലം കൂടി ഈ ജീവിതം, ഭർത്താവുമായിട്ടുള്ള ജീവിതം കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതായിരുന്നു കാര്യം. കൊണ്ടു ചെല്ലുമ്പോഴേ അവർക്ക് ഞാൻ എന്താ പറയാ, ഒരു നശൂർണം പിടിച്ചത് ഇവിടെ കൊണ്ടുവന്നതിനേക്കാട്ടും നല്ലത് വേറെ ആരെങ്കിലും കൊണ്ടുവന്നാ പോരെ. നിന്റെ ജീവിതം, അണ്ണന്റെ ജീവിതം പോയി. വേറെ ആരെങ്കിലും കൊണ്ടുവന്നാ പോരെ? അറിയത്തില്ല. അപ്പൊ അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മാവി പറഞ്ഞു അത് പറയാൻ പാടില്ലെന്ന് വെച്ചുകൊണ്ട് എന്നെ കൊണ്ടുവന്നതിനെ കാട്ടി എന്റെ അനിയത്തിയെ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് സൗഖ്യത്തിന് എന്റെ കാട്ടി തല തടിയുണ്ട്, ഇതിനെന്താ അറാരോഗം പിടിച്ചതാണോ എന്നൊക്കെ ഇരുന്ന് ചോദിക്കുമായിരുന്നല്ലേ? അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു. അപ്പൊ അതാ അറിയില്ല, പൂർണ്ണ താല്പര്യം ഇല്ലാതാണോ കല്യാണം കഴിച്ചത്? ആദ്യം അവർക്ക് 1,00,000 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചപ്പോ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി. ഞാൻ പറഞ്ഞു വലിയ കാര്യം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും പറഞ്ഞു ആ കുഴപ്പമില്ല, ഉള്ളത് മതി എന്ന്. എന്റെ അച്ഛന്റെ 10 സെന്റും കൊടുത്തിട്ടാണ്, അത് 50,000 രൂപയ്ക്കാണ് അന്ന് കൊടുത്തത്. പ്രിയക്ക് കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. ഇല്ലായിരുന്നു. കെട്ടിയവനും ഇല്ലായിരുന്നു. 2 താല്പര്യം ഇല്ലാത്തൊരു തമ്മിൽ കെട്ടിച്ചു എന്നുള്ളതാണ്. അത് അമ്മയുടെ ബന്ധുവാണോ അച്ഛന്റെ ബന്ധുവാണോ? അമ്മയുടെ ബന്ധുവാണ്. അമ്മയുടെ ആങ്ങളെ അല്ലേ. അപ്പൊ പിന്നെ എന്റെ കൊച്ചിനെ കൊണ്ടുപോയാൽ നന്നായിട്ട് നോക്കൂന്ന് ചേച്ചി. ഏറ്റവും മുഷ്ടിക്കാരൻ എന്റെ മാമൻ തന്നെയായിരുന്നു. കാര്യം അണ്ണനുമായിട്ടൊരു കടയിൽ പോണ, ശബരിമലയ്ക്ക് വ്രതം നിന്ന സമയത്ത് ഞാനും കൂടെ വരട്ടെ സാധനം മേടിക്കാന്ന് വെച്ചപ്പോ കൊണ്ടുപോണ്ട അവളെയും, അതൊക്കെ വലിയ എന്തൊക്കെ വലിച്ചു വാരിടുന്ന സാധനങ്ങളാണ്. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും അങ്ങനെ എന്റെ വല്യമ്മയായിരുന്നാലും എന്റെ അമ്മയൊക്കെ ആയിരുന്നാലും ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കണമെങ്കിലും കഴിച്ച് തന്നെയാണ് നമ്മൾ വളർന്നത്. ഡ്രസ്സൊക്കെ അന്ന് വരെയും നല്ല രീതിക്ക് തന്നെയാണ് എന്റെ വല്യമ്മ വാങ്ങി തന്നാലും എന്റെ അമ്മ വാങ്ങി തന്നാലും നമ്മൾ ഇട്ടോണ്ട് ചേച്ചിയൊക്കെ വാങ്ങി തരുമായിരുന്നു. ഇഷ്ടംപോലെ ഇട്ട് തന്നെയാണ്. അപ്പൊ അവർക്ക് ഇന്നൊന്നും കൊണ്ടുപോകേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ കണ്ണാണ്.
അങ്ങനെ ഇന്ന് വരെ ഒരു സാധനം കണ്ടിട്ടും നമുക്ക് കണ്ണ് മഞ്ഞളിക്കേണ്ട കാര്യമില്ല. നമുക്ക് അർഹതപ്പെട്ടതേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഇടപെടാൻ പറ്റിയില്ലേ? അപ്പൊ സഹോദരനോടൊന്ന് പറയാൻ പാടില്ലായിരുന്നു? പറഞ്ഞു നോക്കി. ഞാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അണ്ണൻ തന്നെ പറഞ്ഞത്, നീ അങ്ങോട്ട് പോണ്ടട മോനെ, അവളെ അമ്മച്ചി വേല ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ. 2 കൊച്ചുങ്ങളും ഉണ്ട്. പിന്നെ എന്റെ കൊച്ചുങ്ങളെ ഞാൻ വേല ചെയ്ത് കൊടുക്കാതെ അവർ കൊടുക്കൂല. പിന്നെ വേണ്ടെന്നങ്ങ് വെച്ച്. ഇപ്പോഴും ഈ അണ്ണനുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. 7 വർഷം കൊണ്ട് പിണക്കത്തിലാണ്. പിണങ്ങാൻ സാധ്യതയുണ്ടോ? ഇണങ്ങണമെന്ന് താല്പര്യം എനിക്കില്ല. അവർക്ക് വേണമെങ്കിൽ ഇണങ്ങാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇണങ്ങൂ? ഒരിക്കലും ഇല്ല. ഇണങ്ങിക്കൂടെ? ഇനി ഒരു നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയോ? കേസ് അന്ന് കോടതിയിൽ നമ്മൾ പറഞ്ഞ, അതായത് 2014 പറഞ്ഞ സമയത്ത്, 15-14 പറഞ്ഞ സമയത്ത് മക്കൾക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴ് മാക്സിമം 3000 കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അത് 1500 ആക്കി. ഓക്കെ ശരി. അപ്പൊ കൗൺസിലർ വഴക്ക് പറഞ്ഞു. ആദ്യം നീ കഷ്ടപ്പെട്ട നിന്റെ വിയർപ്പിന്ന് ഒരു 50 രൂപ നിന്റെ കൊച്ചുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ സമയത്ത് അവർ വലുതാവുമ്പോ നീ കൊടുത്തതിന്റെ ഒരു പ്രതിഫലം അവരെന്തെങ്കിലും നിന്നോട് കാണിക്കുമെന്ന് പറഞ്ഞു. കൊടുക്കാം സാർ എന്ന് പറഞ്ഞു. അപ്പൊ വക്കീല് പറഞ്ഞു ബാങ്കിന്റെ പാസ്ബുക്ക് ഒക്കെ തരാം. ഇപ്പൊ വർഷം 7 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. ഇല്ല. പിന്നെ നിങ്ങൾ കേസിന് പോയതുമില്ല. ഞാനിപ്പോ കേസ് അന്നെന്ന് പറയണതെന്ന് പറയുമ്പോ കേസ് കൊടുക്കാനുള്ള വക്കീൽ ഫീസോ ഒന്നും നമ്മളെ കയ്യിലില്ല. എത്ര രൂപ ജീവിതം കൂട്ടിമുട്ടിച്ചോണ്ട് പോകാനുള്ള വരുമാനം ഉണ്ടോ? ജീവിതം കൂട്ടിമുട്ടിക്കാൻ രാവിലെ ഇപ്പൊ ഡോക്ടറെ വീട്ടില് പൈസ ഉണ്ട്. പിന്നെ ഒരു എത്ര പൈസ വരുമാനം കിട്ടും? 8000 കിട്ടും. പിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അവരാണ് ഈ ഫ്ലോറിൽ വരാനും അത്രയും വലിയ സഹായങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഒരു ഫിലിമിൽ അല്ലെങ്കിൽ ഒരു അഭിനയത്തിന് പോകണമെങ്കിൽ പോലും അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഏതെങ്കിലും ഒരു നിലയിൽ അങ്ങനെ പേടിയില്ല. എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടണമെന്നുള്ളതേ ഉള്ളൂ. രക്ഷപ്പെട്ടു പോയിക്കോളാനാണ് പറയുന്നത് അല്ലേ? അതിന്റെ ഇടയ്ക്ക് താങ്കൾ ശരീരത്തിൽ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചെന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അതൊക്കെ? നമ്മള് ഇപ്പൊ ആത്മഹത്യ ചെയ്യുമ്പോ എല്ലാരും പറയും അവർക്ക് എന്തെങ്കിലും മനവിഭ്രാന്തി കൊണ്ടോ, അല്ലെങ്കിൽ അന്നൊക്കെ എന്ന് പറയുമ്പോഴേ പണ്ടും ആത്മഹത്യ ചെയ്യുമ്പോഴേ എന്താ പറയാ കേസായി പോകും. ഇപ്പോഴെന്ന് പറയുമ്പോ അവര് മനോവിഭ്രാന്തി കൊണ്ടൊക്കെ ചെയ്തു പോകണമെന്നാണ്. അപ്പൊ നമ്മളുടെ ക്യാരക്ടർ അനുസരിച്ച് മനോവിഭ്രാന്തി കൊണ്ട് ചെയ്തു പോകണം. ഒന്നീ വീട്ടുകാർ വേണം, അല്ലെങ്കിൽ മക്കളെ വളർത്താനൊരു സ്ഥിതി എനിക്ക് ഉണ്ടാവണം. ടോട്ടലി എന്റെ മൈൻഡ് എന്ന് പറയുന്നത് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാരണം എന്റെ ജീവിതം കൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കോ എന്റെ അമ്മയ്ക്കോ എന്റെ സഹോദരങ്ങൾക്കോ ഒരു ഭാവി ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒഴിച്ചു. ഒരു ചത്തില്ല. എന്നിട്ട് കത്തിച്ചോ? എന്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആ സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഉള്ളപ്പോഴേ അവരെ ഓർക്കാതാണോ ഇതൊക്കെ ചെയ്തത്? ഞാനതാ പറഞ്ഞത്. ആ സമയത്ത് മക്കൾക്ക് ഞാൻ വേല ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ ഇനി ഒരു ബുദ്ധിമുട്ടാവരുത് എന്ന് ചിന്തിച്ച സമയത്ത് ചെയ്തു പോയതാണ്. തീപ്പൊള്ളലേറ്റോ? ശരിക്കും പൊള്ളലേറ്റോ? പിന്നെ എത്ര %? 30% പൊള്ളലേറ്റു. എവിടെയാ കത്തിയത്? ഈ ഒരു ഭാഗം പൊള്ളും. കത്തി. ഹോസ്പിറ്റലിൽ കിടന്നോ കുറെ ദിവസം? കിടന്നു. പിന്നെ മരണത്തെ പേടിയാണല്ലോ ഇപ്പൊ? മരണം നമുക്ക് എന്നായാലും ഉണ്ടാവുമല്ലോ, പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ വിളിച്ചു വരുത്തരുത്. അയാൾ വരുമ്പോ വരട്ടെ, ഓടിവാ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും കൊണ്ടുപോകത്തില്ല. എത്രയൊക്കെ വിളിച്ചാലും നമ്മളെ സമയമാകുമ്പോഴേ പോകത്തുള്ളത് പഠിച്ചു. മനസ്സിലായി അല്ലേ? ഓക്കെ. ഇത് ഭർത്താവ് പറഞ്ഞായിരുന്നോ ഇങ്ങനെ മരണത്തിന് ശ്രമിച്ചു എന്നുള്ളത്? അവർക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അല്ല, പുള്ളി അറിഞ്ഞോ ഇത്? അറിഞ്ഞു കാണുമായിരിക്കും. അവർ റെഡി? അടുത്ത 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 30,000 മോണിറ്റർ. ജനറൽ ബിപിൻ റാവത്ത് അന്തരിച്ച ഹെലികോപ്റ്റർ അപകടം നടന്നത് ഏത് സംസ്ഥാനത്താണ്? വളരെ അടുത്ത ദിവസമാണ്. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി ഹരിയാന, ഓപ്ഷൻ ഇ ഗോവ. നമ്മുടെ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹം ഉൾപ്പെടെ 13 ആളുകൾ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഡിസംബർ 8-നായിരുന്നു ഈ സംഭവം. 2 ഒരെണ്ണമാണെന്നറിയാം. 2 ഒരെണ്ണം. ഏതാ 2? കർണാടകയും തമിഴ്നാടും. അതിലൊരെണ്ണമാണെന്നറിയാം അല്ലേ? തമിഴ്നാട്ടിലാണ് ജഡം ഒന്ന് ഞാൻ ഇപ്പൊ കണ്ടായിരുന്നു. അപ്പൊ ആത്മവിശ്വാസത്തോടെ പറയൂ. തമിഴ്നാട്. കൂട്ടാമോ? കൂട്ടാം. ഓപ്ഷൻ ബി ശരി ഉത്തരം. തമിഴ്നാട്ടിലെ കൂനൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ 30,000 രൂപ കൈ കിട്ടി. ഇപ്പൊ എന്താ ചെയ്യാ പൈസ കൊണ്ട്? ആദ്യം എന്റെ മോനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം, എത്ര കിട്ടിയാലും. എന്നെ വഴി നടക്കാൻ സമ്മതിക്കില്ല, വഴിയെ പോയി കഴിഞ്ഞാൽ. ആൾക്കാർ ഈ ബോഡി ഷേമിങ് ഇങ്ങനെ ഇത് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ പറയൂ.
ആ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെയോ? അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്ത് പിന്നെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ജോലി ചെയ്യുന്ന ഓഫീസിലെ എവിടെ വില്ലേജ് ഓഫീസിൽ പോകുന്നില്ലേ? ആ പറയുന്നുണ്ട്. അല്ലേ? വില്ലേജ് ഓഫീസിലും പറയാറുണ്ടോ? അയ്യോ അവരൊന്നും അങ്ങനെ പറയത്തില്ല. ഒരു ദിവസം ഒരുപാട് ജോലികൾ ചെയ്ത് കഴിഞ്ഞാലേ ഈ ആരോഗ്യം ബാക്കിയാണോ? പിന്നെ മാസത്തിലൊരിക്കൽ എന്തായാലും ആശുപത്രിയിലാണ്. അങ്ങനെയുണ്ടോ? ഓ ഇപ്പൊ തലയുടെ ബാക്കിൽ വേദന തുടങ്ങി കുറച്ച് നാൾ മുമ്പ്. അപ്പൊ മെഡിക്കലിൽ ചെന്നു CT സ്കാൻ എടുത്തു. അപ്പൊ എനിക്ക് ഈ PSC ഒക്കെ പഠിക്കാൻ ഭയങ്കര തലവേദന കാരണം ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. അങ്ങനെ ഇപ്പോ തലവേദനയായിട്ട് ഗുളിയൊക്കെ കഴിച്ചു. അപ്പൊ സാർ പറഞ്ഞു ഇപ്പൊ 2 മാസം ന്യൂറോനൊക്കെ പോയി കണ്ടു. 2 മാസം കഴിഞ്ഞ് ഇപ്പൊ എന്ന് പറയുമ്പോ ഈ BP ഇതിലാണ് നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് നേരത്തെ എന്ന് വെച്ചാൽ BP ലോ ആണ്. ലോ ആണ്, എപ്പോഴും ലോ ആണ്. ഈ ഫ്ലോറിലെ ലൈറ്റും ഒക്കെ കണ്ട് ഹൈ ആയതാ. നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചാലോ? കുഞ്ഞിരാമ BP കാരിക്ക് വെള്ളം കൊടുക്കൂ. പ്രിയയുടെ ഇനിഷ്യൽസും BP യാ, പ്രിയക്ക് BP കൂടുതലുവാ. വെള്ളം കുടിക്കൂ. ഈ വെള്ളം കുടിക്കുന്നതോടെ അതെല്ലാം പോകും. ഓക്കെ കുഞ്ഞിരാമ വീട്ടിൽ പോവും. അപ്പൊ താങ്കളുടെ മദ്യപാനൊക്കെ ഇപ്പൊ കുറവുണ്ടോ കൂടുതലാണോ? ഇല്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്കില്ല. എങ്ങനെയാണ്? ഇല്ല. കാര്യമായിട്ട് കഴിക്കോ? ഇല്ല. കാല് കമ്പിട്ടന്റെ ലേശം അല്ലേ? കാല് കമ്പിട്ടോ? തടി വീണ് ഇവിടെ ഇത്രയും കമ്പിട്ട. ഈ കമ്പി ഇട്ടതിന് ശേഷം കൂടി നിർത്തി. തടി വീണോണ്ട് അങ്ങനെ ഗുണമുണ്ടായി അല്ലേ? വേദന എടുക്കുമ്പോ അല്പം കഴിയും. വേദന എടുക്കുമ്പോ അല്പം വേദന ശമിക്കാൻ വേണ്ടി കഴിക്കും അല്ലേ? കുടിച്ചു ബോധം കെടുവോ? ഇല്ല. സ്വഭാവത്തിൽ തന്നെ നിൽക്കും. 4 കാലിലാണോ വീട്ടിൽ പോവാ സാറിന? അല്ല നടന്നു നേരെ. അപ്പൊ അമ്മയ്ക്കറിയാം കാര്യം. എങ്ങനെയാ വീട്ടിൽ വരിക? കുഴപ്പമില്ല, നേരത്തെ ഒക്കെ കുഴപ്പമായിരുന്നു, ഇപ്പൊ പ്രശ്നം. അടിച്ച് കുണ്ടറയും കൊല്ലം ആവോ? അങ്ങനെയില്ല. കുപ്പി എടുക്കുക, മുന്തി വയ്ക്കുക, വീട്ടിൽ വരിക. അങ്ങനെയാണല്ലേ? കിട്ടുന്ന വരുമാനം മുഴുവൻ അങ്ങനെ പകുതി 3/4 ഭാഗം തരും, ബാക്കിയും കിടക്കും. ഇപ്പൊ ഇത്ര പൈസ വീട്ടിൽ തരണോ നിർബന്ധം പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, കിട്ടുന്ന മതി. അതെങ്കിലും തന്നെങ്കിൽ മതി. അല്ല അങ്ങനെ പിന്നെ കുടിക്കാനുള്ള ആവശ്യം കൂടത്തില്ലേ? അപ്പൊ ഈ കുടിയങ്ങ് നിർത്തിയാലോ നമുക്ക്? അപ്പൊ ഇവിടെ വെച്ചങ്ങ് പ്രഖ്യാപിച്ചാലോ ഇനി കുടിക്കുന്നില്ലെന്ന്? ശരി, കുടി നിർത്തിയോ? ഇനി അങ്ങയ്ക്ക് കിളിമാനൂർ പരിസര പ്രദേശങ്ങളിലും ഒരു ഷാപ്പിൽ നിന്നോ ഒരു വിദേശ മദ്യം വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ മദ്യം കിട്ടുന്നതല്ല. ഓക്കെ അല്ലേ? എല്ലാരും കണ്ടു, ടിവിയിൽ ഇപ്പൊ എല്ലാരും കണ്ടു. ഇനിയിപ്പോ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വന്ന് ചോദിക്കരുത്. അഥവാ ഇനി നിങ്ങൾക്ക് മദ്യം തരുന്നുള്ള പേര് പോലും നമ്മൾ ടിവിയിൽ പ്രസിദ്ധപ്പെടുത്തും. ആ പൈസ പ്രിയക്കും ഈ മക്കൾക്കും കൊടുത്തേക്കും. റെഡിയാണല്ലോ? ഓ സന്തോഷമായി. ഇനി അങ്ങനെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ ഇനിയിപ്പം ഉള്ളി ഇപ്പൊ വിചാരിക്കും ഇങ്ങോട്ട് വന്നവിടെ ഈ മഹാകാലൻ ഈ ചോദ്യം ചോദിക്കും നമ്മൾ വിചാരിച്ചില്ലല്ലേ? അപ്പൊ ഇനിയിപ്പോ അച്ഛന്റെ വക കുറച്ച് പൈസ കിട്ടും. ആ ഷാപ്പിൽ കൊടുക്കുന്ന പൈസ താങ്കൾ കിട്ടും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ ഇങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇപ്പൊ ഓക്കെ അല്ലേ? ജീവിതം ഓക്കെ അല്ലേ? ഇനി 40,000 rupees, 40,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ അങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു ദൃശ്യം കാണുന്നു. ഏതാണ് ഈ പുഷ്പം? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി ലില്ലി, ഓപ്ഷൻ സി കുളവാഴ, ഓപ്ഷൻ ഡി ചെമ്പരത്തി, ഓപ്ഷൻ ഇ ആമ്പൽ. കൂട്ടാമോ? താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഇ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആമ്പലാണ് ശരി ഉത്തരം. ഇപ്പൊ 40,000 രൂപ കിളിമാനൂർ എത്തിക്കഴിഞ്ഞു. പ്രിയ ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെല്ലാം ജോലി ചെയ്തു? ടോയ്ലറ്റ് കഴുകി, കക്കൂസ് കഴുകി, പിന്നെ വീട്ടു ജോലിക്ക് പോയി, സിനിമയിൽ അഭിനയിച്ചു, ഡേറ്റ എൻട്രിക്ക് പോയി, PSCക്ക് പഠിക്കുന്നു. ഡബിങ്. ഏത് ഡബിങ്? അത് ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മളെ സാജു സാറ് വിളിച്ച് കസ്തൂരി മാലില് അങ്ങനെ ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഡബിങ് ചെയ്തു. പിന്നെ ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000. അപ്പൊ ഒന്ന് പിടിച്ചോളൂ. കുട്ടേട്ടന്റെ വക ഒരു സമ്മാനമുണ്ട്. കുട്ടേട്ടാ ലെവൽ 2. ഇനി നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. മോണിറ്റർ പ്ലീസ്.
ചോദ്യം ഇതാണ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒക്കെ അല്ലേ? 100% എത്രയാണ്? ഓപ്ഷൻ എ 101, ഓപ്ഷൻ ബി 99, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 11, ഓപ്ഷൻ ഇ 89. 100% 11 കൂട്ടട്ടെങ്കിൽ കൂട്ടി തുറക്കുമ്പോ എന്ത് സംഭവിക്കും? ഈ ഉത്തരം ശരിയായിരിക്കുമോ? ശരിയായിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം. കണക്കിൽ കുറച്ച് അല്ല, ശരിയാണ്. ശരിയാണോ? ശരിയാണോ? അപ്പൊ ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. 100% 11%. ഓക്കെ, അപ്പൊ 1,00,000 രൂപ കൈ കിട്ടി. അമ്മ കുറെ കാശ് കൈ കിട്ടി. ഓക്കെ ആണോ? അപ്പൊ അമ്മയ്ക്ക് ഓക്കെയാണ്, അച്ഛനും ഓക്കെയാണ്. അച്ഛന് ഇനി പ്രയോജനമില്ല. അച്ഛൻ വിചാരിച്ച് ആ 1,00,000 രൂപയിൽ നിന്ന് ഒരു 500 രൂപ വാങ്ങിച്ചിട്ടേ. പിന്നെ ചില സമയത്ത് വേദന ആണെന്ന് നമ്മളും വിചാരിക്കും. സാധാരണ അച്ഛൻ മദ്യപിച്ച് കഴിഞ്ഞാലേ ബഹളമൊക്കെ ഉണ്ടാക്കുമോ വീട്ടില്? അയൽവാസികളൊക്കെ അറിയത്തൊക്കെ കാശ് കൊടുത്ത് കുടിച്ചല്ലേ 10 പേര് അറിയട്ടെ എന്ന് വിചാരിച്ചൊരു ബഹളമൊക്കെ വയ്ക്കും. അത് വീട്ടിൽ കിടന്ന് TV എപ്പോഴും സീരിയൽ കാണും. സീരിയൽ കാണുമ്പോൾ ആ കഥ നമുക്ക് മുന്നേ പറഞ്ഞു തരും. എനിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അതാണ് പ്രശ്നം. മെയിൻ പ്രശ്നം അവിടെ വഴക്കം. ഞാനാണ് മിക്കവാറും വഴക്കുണ്ടാക്കണം. അതെങ്ങനെ സീരിയലിന്റെ അത് കഥ അങ്ങനെയല്ല. ഇപ്പൊ അവൻ ഇപ്പൊ അവളെ കൊല്ലും, അല്ലെങ്കിൽ അവനെ പിടിക്കും. അവന്റെ വെള്ളം അടിച്ചു കഴിയുമ്പോൾ പ്രശ്നമാണോ? അല്ലെങ്കിൽ മിണ്ടത്തില്ല. സീരിയൽ കണ്ടു ഇതാ പ്രേക്ഷകർ വെള്ളം അടിക്കരുത് നമ്മൾ പറയുന്നത്. നമ്മൾ കണ്ടതല്ലേ, അറിയാലോ അവന്റെ അച്ഛൻ അതാണ് അല്ലെങ്കിൽ അവന്റെ അമ്മ അതാണ്. അത് കേൾക്കത്തില്ല നമുക്ക്. അതാണ് അവന്റെ അച്ഛൻ, അതാണ്. സീരിയലാണോ പുള്ളിക്ക് ഇഷ്ടം? ഭയങ്കര ഇഷ്ടമാ. മിക്കവാറും ഇനിയിപ്പോ സീരിയൽ കാണും സംശയമുണ്ട്. ശരി, വെള്ളോടി ഇരുത്തില്ല അല്ലേ? അപ്പൊ ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യം. 60,000 മോണിക്ക. ചോദ്യം ഇതാണ്, 60,000 രൂപയുടെ ചോദ്യമാണ്. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ തിരുവല്ല, ഓപ്ഷൻ ബി റാന്നി, ഓപ്ഷൻ സി കോന്നി, ഓപ്ഷൻ ഡി പത്തനംതിട്ട, ഓപ്ഷൻ ഇ കോഴഞ്ചേരി. ഇതെല്ലാം പത്തനംതിട്ട ജില്ലയിലുള്ള സ്ഥലമാണ്, മറന്നുപോകുന്നത്. അയ്യോ, റാന്നിയാണോ കോന്നിയാണോ? ശരിയാണോ? എന്റെ മഹാദേവ. ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ്. ഹെഡ്ക്വാർട്ടേഴ്സ്. അയ്യോ, പിടിവിളി വേണോ? എന്നാ കുട്ടേട്ടനെ വിളിക്കാം. കുട്ടേട്ടനെ വിളിക്കുന്നു. കുട്ടേട്ടാ. പ്രിയ, 2 ഓപ്ഷൻസ് ഞാൻ പറയും. അതിൽ 1 ശരി ഉത്തരം. ബി പത്തനംതിട്ട, ഇ കോഴഞ്ചേരി. ഏതായിരിക്കും? 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോ പത്തനംതിട്ടയുണ്ട്, കോഴഞ്ചേരി ഉണ്ട്. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പത്തനംതിട്ട. പൂട്ടാമോ? പത്തനംതിട്ട പൂട്ടാമല്ലോ. പത്തനംതിട്ട പൂട്ടി. കോഴഞ്ചേരി അല്ലല്ലോ, പൂട്ടിയല്ലോ. അല്ല, പത്തനംതിട്ട മതി. ഓക്കെ, പത്തനംതിട്ട മതി അല്ലേ? ഇപ്പൊ പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം പത്തനംതിട്ടയാണെന്ന് താങ്കൾ പറയുന്നു. പൂട്ടി. അപ്പൊ PSCക്ക് ഇത് പഠിച്ചിട്ടില്ലേ? എനിക്ക് പറഞ്ഞില്ലേ, എല്ലാം വായിച്ചു പോണ ചോദ്യങ്ങളാണ്. PSCയുടെ ചോദ്യ പേപ്പർ എടുക്കുമ്പോ അയ്യോ ദൈവമേ, ഇന്ത്യയും സംസ്ഥാനവും ഒക്കെ തമ്മിൽ സത്യം പറഞ്ഞ മറവിയുണ്ട്. മാറിപ്പോവും അല്ലേ? അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കിട്ടിയിരിക്കുന്നു. 2 പിടിവെള്ളി പോയി. ഇനി കുടുംബത്തിന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സാധാരണ വീട്ടിലൊക്കെ ഈ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ശമ്പളമൊക്കെ കിട്ടുമോ? ശമ്പളമൊക്കെ കിട്ടും. പിന്നെ പലരും പല ടൈപ്പ് ആൾക്കാരാണ്. ഇപ്പോ നമ്മളുടെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എനിക്കൊരു സംഭവിച്ച ഒരു വിഷയമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ ജോലിക്ക് പോകുമ്പോഴേ ഇപ്പോ ചെറുപ്പക്കാരി പെണ്ണാണ് അവിടെ ജോലിക്ക് പോകുന്നെങ്കിൽ അത്യാവശ്യം ഒരു 10-60 വയസ്സുള്ള ഒരാളായിരുന്നെങ്കിൽ പോലും ചെറുപ്പക്കാരി പെണ്ണ് വേണ്ട, ശരിയാവൂല എന്ന് പറയും. പക്ഷെ ഞാൻ വീട്ടിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ അവര് ചെറുപ്പക്കാരാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല. 3 വർഷം കൊണ്ട് ഞാൻ ആ വീട്ടിലേക്കാണ്. ഞാൻ ദീപ്തി രാമചന്ദ്രൻ ഫാമിലി ഒരുപാട് നന്ദിയുണ്ട് അവരുടെ അടുക്ക. കാര്യം ഇത്രയും നാള് എന്നെ നന്നായിട്ട് അവര് ഇപ്പൊ പഠിക്കുന്നതിനായിരുന്നാലും അവര് സഹായിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് വീടുകളിൽ ജോലിക്ക് പോയിട്ടുണ്ടോ? ഒരു വീട്ടിൽ പോയപ്പോഴുള്ള സംഭവമാണത്. അവള് വേണ്ട, അത് ചെറുപ്പക്കാരി പെങ്കൊച്ച്. അപ്പൊ ഞാൻ എനിക്കറിയത്തില്ല, നമ്മള് എനിക്കറിയത്തില്ല അവരെ നേച്ചറിന് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ആ കൊച്ചിന്റെ അടുക്ക ഞാൻ സാറിന്റെ ഫോട്ടോ കണ്ടാ ഇതാണ് ഞാൻ പോണ വീട്ടിലെ സാറ്. ഇവർക്കൊന്നും വേറെ പ്രശ്നമില്ല. പിന്നെ ഈ 50 വയസ്സായ ആളുടെ വീട്ടിൽ പോണേനാണ് എനിക്ക് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പൊ പല ഈ മണിക്കൂർ വെച്ചിട്ടുള്ള ജോലിയാണ്, പല വീടുകളിൽ പോയി ജോലി ചെയ്യും. അത് ഇടയ്ക്കുണ്ടായിരുന്നു. അതാണോ ലാഭം? അത് ലാഭമല്ല, മനുഷ്യൻ ചാവും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 70,000 മോണിറ്റർ.
5 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 80, ഓപ്ഷൻ ഇ 300. 300. ഉറപ്പാണോ? ആ 1 മണിക്കൂർ എത്ര മിനിറ്റാ? 60. 60. അപ്പൊ 5 മണിക്കൂർ 300 മിനിറ്റ് ആണോ? 6 30 300. കൂട്ടോ? ആ പൂട്ടാം. കൂട്ടാലോ? പൂട്ടാ, ഇനി എന്ത് വന്നാലും പൂട്ടാ. ഞാൻ ഇതുവരെ എത്തി എന്നുള്ളൊരു സമാധാനം. തുറന്നു. താങ്കൾ പരാജയപ്പെടുന്നു. ഇല്ല, ഇല്ല, താങ്കൾ വിജയിക്കുന്നു. ഉത്തരം ശരിയാണ്. ഇപ്പൊ 70,000 രൂപ കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായെന്ന ഹസ്ബൻഡ് പിരിഞ്ഞു പോയപ്പോഴാണ്. ഹസ്ബൻഡ് പിരിഞ്ഞു പോയപ്പോഴ് അത് എന്നും പോക്കാണല്ലോ. ഓ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് വിഷമമുണ്ട്. അന്ന് പോയപ്പോഴും അറിഞ്ഞില്ല. ആ ഒരു വിഷമം. എല്ലാ ദിവസവും പോവും, അന്നും പോയി വരും. അത് പോകും വരും. ലാസ്റ്റ് പോയപ്പോ പിന്നെ വന്നില്ല. ഏറ്റവും വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മുതൽ അണ്ണൻ പറഞ്ഞ ഡിവോഴ്സാണ്. ബന്ധം വേർപെടുത്തണം എന്നുള്ളതായിരുന്നു. അന്ന് ഇന്നാണെങ്കിൽ കെട്ടും വേർപെടുത്തും, കെട്ടും വേർപെടുത്തും. ഇപ്പൊ ഒരു ഫാഷനാണ്. നമ്മൾ അന്ന് ആയിരിക്കാം, കാരണം ഇപ്പൊ സിനിമയില് അല്ല, ഇപ്പൊ നമ്മള് വാർത്തയിൽ ഇങ്ങനെ വന്നാലും ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ വലിയ കാര്യമില്ല. അന്നെന്ന് പറയുമ്പോ എനിക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചു വരുന്ന നമ്മൾക്ക് ഈ വിവാഹബന്ധം അല്ലെങ്കിൽ നിന്നെ എനിക്ക് വേണ്ട, ഉപേക്ഷിക്കുവാണെന്ന് മോൾഡ് ആയ സമയത്തെ അണ്ണം പറഞ്ഞ സമയത്താണ്. എനിക്കെന്ന് പറയുമ്പോൾ സ്റ്റിച്ചൊക്കെ ഇവിടെ നിന്ന് പൊട്ടിപ്പോയി. കാരണം ടെൻഷൻ കയറി ബ്ലഡ് ഇങ്ങനെ പൊക്കുമായിരുന്നു. ഈ മോക്ക് 15 ആയ സമയത്ത്, അതായത് മോളെ സിസേറിയനായിരുന്നു കൊണ്ടുവന്ന സമയത്ത് 15 ഇപ്പൊ അണ്ണന്റെ കുറ്റം മാത്രം ഞാൻ പറയണമെന്ന് പറയരുത്, ഒരിക്കലും അങ്ങനെ ആവരുതെന്നുള്ളതേ ഉള്ളൂ. ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ കെട്ടുക, ഇല്ലെങ്കിൽ കെട്ടരുത്. അവരിഷ്ടത്തിന് ജീവിക്കുക, അത്രേ ഉള്ളൂ. കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? അല്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതങ്ങൾ പല വഴിക്ക് പോകും, അവരുടെ ചിന്തകൾ പല വഴിക്ക് പോകും. അതിന് കാരണം എന്തായിരിക്കും? നമ്മൾ തന്നെ ആവരുത്, അത്രേ ഉള്ളൂ. ഭർത്താവ് പിന്നെ ഒരിക്കലും അന്വേഷിച്ചു വന്നിട്ടില്ല? ഇല്ല. താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്? ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാര്യം നമ്മൾ ബുദ്ധിമുട്ടായ ഒരാൾക്ക് നമ്മൾ ശല്യം ആവരുതെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചൊരു കാര്യം. ഈ ദാരിദ്ര്യം കലശലായപ്പോഴാണോ താങ്കൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്? അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു? അച്ഛനും അമ്മയും ഉണ്ട്. ഫുൾ ഡീസൽ ആയിരുന്നു അന്ന്? അത്യാവശ്യം. ഈ മകളെ ഇങ്ങനെയൊക്കെ ആകുന്നു അച്ഛൻ അറിഞ്ഞില്ലേ? അങ്ങനെ അറിവില്ലായിരുന്നു. ഓക്കെ, അമ്മയ്ക്ക് അറിയായിരുന്നു അല്ലേ? ഞങ്ങൾ അന്ന് ഇളയ മോളെ കെട്ടിച്ച് ഇത്തിരി കടമൊക്കെ ആയും വീടും വീടും വിറ്റ് വേറെ വീട് താമസിക്കരുത്, ദൂരം വാടകയ്ക്ക് താമസിക്കും. ആ സമയത്ത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും പറയത്തില്ല. ഞാൻ രാവിലെ അങ്ങ് ജോലിക്ക് പോകത്തില്ലേ, വൈകിട്ട് അങ്ങല്ലേ ചെല്ലണം. ഈ ഞാൻ ഇവിടെ നിന്ന് മാറിയ ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയത്. പിന്നെ നമ്മൾ പലതവണ അവരെ പറഞ്ഞ് വില ചെയ്ത് നോക്കി. പിന്നെ ഒന്നാമത്തെ കാര്യം, അവൻ വേലതോ ഒന്നും കൊടുക്കത്തില്ല. അത് ചെലവ് മൊത്തവും ഇന്ന് വരെ ഉള്ള കാര്യം ഞാനാണ്. പിന്നെ അതുകൊണ്ട് അവൻ ഒന്നും കൊടുക്കാതെ ഞാൻ കൂലിപ്പണിക്ക് പോകുന്നു. എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകും? ആ, ജോലി ഉള്ളപ്പോഴൊക്കെ പോകും, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകും. എങ്ങനെയായാലും ഒരു വരുമാനം ഉണ്ടാക്കും അല്ലേ? ആ അമ്മയുടെ വേതനമാണ് താങ്കളെ നിലനിർത്തിയിരിക്കുന്നത്, വേദന ഉണ്ടായപ്പോഴൊക്കെ അല്ലേ? ഓക്കെ, ഇനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 80,000, 80,000. മോണിറ്റർ. ഒരു പഴഞ്ചൊല്ലാണ്, വായിൽ തോന്നിയതെല്ലാം ഡാഷിന് പാട്ട്. എന്താണ് വിട്ടുപോയ വാക്ക്? ഓപ്ഷൻ എ കുയിലിന്, ഓപ്ഷൻ ബി കോരന്, ഓപ്ഷൻ സി കോതയ്ക്ക്, ഓപ്ഷൻ ഡി എനിക്ക്, ഓപ്ഷൻ ഇ നിനക്ക്. ആ, വായി തോന്നിയത് ആർക്കാണ് പാട്ട്? കോതയ്ക്കോ? കോതയാരാ? ചോദിക്കരുത്, പഠിച്ച സമയത്ത് പഠിച്ചതാ. ഓപ്ഷൻ സി കോതയ്ക്ക്. പൂട്ടോ, കോതയെ പൂട്ടിയിരിക്കുന്നു. അപ്പൊ താങ്കൾ 80,000 രൂപയ്ക്ക് വേണ്ടി പറഞ്ഞ ഉത്തരം ശരിയാണോ? ഉറപ്പാണോ? ഉറപ്പാ. ഓപ്ഷൻ സി പൂട്ടിയിരിക്കുന്നു, തുറന്നിരിക്കുന്നു, ശരിയായിരിക്കുന്നു. 80,000 രൂപ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ അടുത്തിടയ്ക്കാണ് 80,000 ഒന്നിച്ച് കിട്ടിയിരിക്കുന്നു? ഓ, കിട്ടിയിട്ടില്ല. നമ്മള് സാധാരണക്കാർക്ക് ആകെ ഉള്ള ആശ്രയം നമ്മളെ പോലത്തെ മൈക്രോ ഫിനാൻസുകാരാണ്. മൈക്രോ ഫിനാൻസ്. കാര്യം നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും കടം മേടിച്ചാൽ നമുക്ക് കൊടുക്കാൻ വലിയ പേടി, അവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ സത്യം പറയാൻ നമുക്ക് നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. പിന്നാലെ വരത്തില്ലേ പേടിപ്പിക്കാൻ? അത് നമ്മള് കാശ് വാങ്ങിയിട്ടല്ലേ, അതല്ലേ, അല്ലാതെ അവർ പിന്നെ പോലെ വരത്തില്ലല്ലോ. നമ്മള് കാശ് വാങ്ങിയിട്ട് അവർ തിരിച്ചടച്ചില്ലെങ്കിൽ അവർ വരും. അത് അവരുടെ ഇതാണ്. അവര് കറക്റ്റ് ഇൻട്രസ്റ്റ് എത്രയാണെന്നൊക്കെ നമ്മളെ പറഞ്ഞിട്ടാണ് നമ്മൾക്ക് ലോൺ എടുക്കാൻ പറയുന്നത്. എല്ലാ പ്രൊസീജിയറും അവർ എല്ലാം കറക്റ്റായിട്ട് നമ്മളുടെ പറഞ്ഞിട്ടാണ് ലോൺ എടുക്കാൻ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അത് വിട്ട് കളയാം എന്നുള്ളതാണ്. അങ്ങനെയാണ്. എങ്കിൽ ഞെട്ടരുത് പ്രിയ, ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 1 lakh. 1,00,000ത്തിലേക്ക് പോയാലോ? അവ പിടിച്ചു നിന്നോളൂ. കുട്ടേട്ടാ, എടുത്തു വെക്കൂ. ലെവൽ 3. പ്രിയക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
ഒരു സിനിമയിൽ നായികയാണോ? നായിക ആവണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായിക ആവാൻ. ഇപ്പൊ ഏത് നായകന്റെ കൂടെ അഭിനയിക്കണം? അത് കുറയ്ക്കണം എന്തിനാ, മമ്മൂട്ടിയുടെ. അങ്ങനെയാണ്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനാ ഇഷ്ടം അല്ലേ? പിന്നെ ജയറാമേട്ടനോട്. എന്തുകൊണ്ടാ ജയറാമേട്ടനോട് ഇഷ്ടം കൂടിയത്? അത് ഭയങ്കര ജയറാമേട്ടൻ ചെന്നൈയിൽ ഇത് കാണുന്നുണ്ടായിരിക്കും. ആണോ? എന്റെ ഭഗവാനെ, എന്നെ കൊള്ളാം. ഇവിടെ വന്നിട്ടുണ്ട്, ഇതുപോലെ മത്സരിച്ചു. കണ്ടു. പ്രിയന്ന അതേ സീറ്റിൽ നിന്ന് മത്സരിച്ചു. കണ്ടു, അത് തന്നെ വലിയ ഭാഗ്യം. കണ്ടായിരുന്നോ? കണ്ടു. പിന്നെ അപ്പൊ നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. 1 lakh ആണ്, 1 ലക്ഷം. താങ്കൾ ആഗ്രഹം പറഞ്ഞില്ല, ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണെന്നുള്ളത്? ഇതുപോലെ ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടുക എന്നുള്ളതാണ്. കാരണം പാടുവോ സാധാരണ? അത്യാവശ്യം പാടണമെന്ന് ആഗ്രഹമുണ്ട്. ആണോ? അപ്പൊ ഒരു 2 ലൈൻ ഇവിടെ പഠിക്കൂ. ആ ആഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് 1 ലക്ഷത്തിലോട്ട് പോവാം. മൈക്കെടുക്കും, അവിടെ മൈക്കിരിപ്പുണ്ട്. ഭരതവേദമുഖ നിരത നാട്യമുഖ കതിലിന പദമിതീശ ശിവനിവേദനഗ വനിവേദനഗ പലിക്കിനു പദമു പരേശ നീലകന്ധരാ ചാലി പൊന്തരാ കരുണതുനനുഗനരാ നീലകന്ധര ശൈലമന്ദിര മുറവിനി ബദുലിടരാ നഗജ മനോജ ജഗദീശ്വര മാലേന്ദുശേഖര ശങ്കര. ഇത് ഏത് ഭാഷ? തെലുങ്കാണോ? തെലുങ്ക്. അതായത് മലയാള പാട്ടൊന്നും പാടാ തെലുങ്കിലോട്ട് പോകാൻ കാര്യം? അത് എനിക്ക് മഹാദേവനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങൾക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് ക്ഷേത്രമുണ്ട്, മഹാദേവീശ്വരം. അപ്പോ മഹാദേവൻ ഞങ്ങളുടെ പാട്ട് ഒക്കെ ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, സെമി ക്ലാസിക്കലി. അപ്പൊ അങ്ങനെ ഇങ്ങനെ പാട്ട് നോക്കി പോയപ്പോഴാണ് ഈ പൗർണമി സിനിമയിലെ ഈ ഒരു സോങ് കണ്ടത്. അന്ന് മുതൽ ആഗ്രഹിച്ചൊരു ഇഷ്ടമാണ്. അത് ഏതെങ്കിലും സ്റ്റേജിൽ കയറി ഇതിന്റെ ഫുൾ പാടിയല്ലോ. പാടി. ഇനിയിപ്പോ സന്തോഷമായില്ലേ? അപ്പൊ ഇനി ഏറ്റവും വലിയ ആഗ്രഹം പൂവണിഞ്ഞല്ലോ. പൂവണിഞ്ഞു. ഇനി നമുക്ക് പൂവണിയാത്തൊരു ആഗ്രഹം. 1 ലക്ഷം രൂപയുടെ ചോദ്യം അത് നോക്കാം. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. പ്രിപ്പയർഡ് ആയിക്കോളൂ, ബി സീരിയസ്. 1 ലക്ഷമാണ്. മോണിറ്റർ. ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇടവകകളിൽ സ്കൂളുകൾ തുറന്നില്ലെങ്കിൽ പള്ളികൾ പൂട്ടിയിടും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ മദർ തെരേസ, ഓപ്ഷൻ ബി അൽഫോൻസാമ്മ, ഓപ്ഷൻ സി ചാവറയച്ചൻ, ഓപ്ഷൻ ഡി പോപ്പ് ബെനഡിക്ട്, ഓപ്ഷൻ ഇ പോപ്പ് ജോൺ പോൾ. അറിയാമോ? ചാവറയച്ചൻ എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ കേട്ടോണ്ടാണ് പോകുന്നത്. അപ്പൊ എവിടെ കേട്ടോണ്ട് പോകും? ജോലിക്കൊക്കെ രാവിലെ ഇറങ്ങുമ്പോ ഇതുപോലെ ഫോണും ഹെഡ്സെറ്റും അങ്ങനെയൊക്കെ വെച്ചാണ് പോണത്. FM കേൾക്കാറുണ്ട്. പിന്നെ വാർത്തകൾ ഇപ്പൊ 24 ഒക്കെ വെക്കും. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ കേട്ടോണ്ടാണ് പോകുന്നത്. കാരണം ചെന്നിരുന്നിട്ട് ഇങ്ങനെ കേൾക്കാനുള്ള സമയം കിട്ടത്തില്ല. പോകുന്ന വഴിക്ക് കേട്ടോണ്ട് പോകും. പോകുന്ന വഴിക്കാണ് ഓരോന്ന് കേട്ടോണ്ട്. അപ്പൊ ഏതാ പറയുന്ന ഉത്തരം? ചാവറയച്ചൻ. പൂട്ടോ? പൂട്ടിക്കോ. പൂട്ടി. ചാവറയച്ചനെ പൂട്ടി. ചാവറയച്ചൻ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മൈക്രോ ഫിനാൻസുകാര് കൊണ്ടുപോകുമോ പൈസ മൊത്തം? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇത് തെറ്റിയാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? 8000 രൂപ കിട്ടും. പിന്മാറിയിരുന്നെങ്കിൽ ഒരു 40,000 രൂപ കിട്ടും. അല്ല, എനിക്ക് ഫസ്റ്റ് ചോദ്യമെങ്കിലും തെറ്റാതെ കയറി പോണോന്നേ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ഇപ്പൊ ഇത്രയും ചോദ്യമായില്ലേ? ഭഗവാന്റെ കാരുണ്യം ഉണ്ടായല്ലോ. 1 ലക്ഷത്തിലെത്തിയില്ലേ? അപ്പൊ ചാവറയച്ചൻ, താങ്കൾ പറഞ്ഞ ഉത്തരം ചാവറയച്ചനാണ് സത്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാവും. ശരിയാണ്. 1 ലക്ഷം രൂപ, 1 lakh. അമ്മ സന്തോഷമായോ? സന്തോഷായി. ഓക്കെ അല്ലേ? ഓക്കെ. നീ സന്തോഷിക്കണ്ട, സമയം പോയി അല്ലേ? അപ്പൊ ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs, 2 ലക്ഷം. മോണിറ്റർ. ഇനി പറയുന്നവയിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ എ UAE, ഓപ്ഷൻ ബി കുവൈറ്റ്, ഓപ്ഷൻ സി ഒമാൻ, ഓപ്ഷൻ ഡി ഉറുഗ്വേ, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. കൂട്ടാമോ അത്? ഓപ്ഷൻ ഡി ഞാൻ പൂട്ടിയിരിക്കുന്നു. സൗദി അറേബ്യ അറേബ്യൻ രാജ്യമാണോ? ആണോ? ബാക്കിയെല്ലാം അറേബ്യൻ രാജ്യമാണോ? കുവൈറ്റ്, സൗദി അറേബ്യ, ഒമാൻ എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ ഉത്തരം തെറ്റിപ്പോയത് എന്ന് ഞാൻ പറയാത്തത്. ഉത്തരം ശരിയാണ്. അപ്പൊ 2 ലക്ഷം രൂപ കിട്ടി. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു? വിദേശത്ത് വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല, പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചു. എങ്ങോട്ട് പോകാൻ വേണ്ടി?
അത് ഈ വീട്ടുജോലി എന്നൊക്കെ പറയണ കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ വീട്ടില് അന്യ രാജ്യങ്ങളിൽ ഇപ്പൊ അങ്ങനെ സൗദി അറേബ്യയില് പിന്നെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്നില്ല. ഞാൻ ആ ഗദ്ദാമ സിനിമ കണ്ടതോടുകൂടി അത് നിർത്തിയോ? ഓ എന്റെ പൊന്നെ, എനിക്ക് നാട്ടിൽ കിടന്നാൽ മതി, ഞാൻ ഗൾഫിലേ പോകുന്നില്ല. പിന്നെ നാട്ടില് ഞാൻ മക്കളുടെ പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങാൻ പോവാന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 lakhs. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. നിലവിലെ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ന്യൂസിലൻഡ്, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ശ്രീലങ്ക, ഓപ്ഷൻ ഡി ഇന്ത്യ. നിലവിലെ ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യന്മാരായ രാജ്യം ഒരു പിടിവള്ളി അവിടെ ഉണ്ട്, ആവശ്യം അത് മറന്നു പോരുത്. മോളൊന്ന് ചോദിച്ചേ, കണ്ടത് വല്ലോ? അപ്പൊ മോളെ ഇതെല്ലാം കണ്ടതായിരുന്നു മോളെ? കണ്ടില്ല. തെറ്റിയാൽ 20,000 ആകും, പിൻവാങ്ങിയാൽ 1 ലക്ഷം ഉണ്ടാകും, വിജയിച്ചാൽ 3 ലക്ഷം ഉണ്ടാകും. ഇല്ല, പിന്നെ വാങ്ങാം. കിട്ടിയാൻ പോകണോ? കിട്ടിയാ. അപ്പൊ ധൈര്യമായിട്ട് പറയൂ. ഇത് ഞങ്ങളെ കടയിൽ സാധനം എടുക്കണ മാമനുണ്ട്. അപ്പൊ നീ അവിടെ ചെന്നിട്ട് ക്വിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. അത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തെറ്റിയിട്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കടയിൽ സാധനം തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് തീരുമാനം? എന്റെ ഏറ്റവും വലിയ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ന്യൂസിലാൻഡ് നല്ല സംശയമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ക്വിറ്റ് ചെയ്യാം. വേണ്ട, എന്തിനാ വെറുതെ. അപ്പൊ ഏതാ സ്വന്തമായിട്ട് തീരുമാനിക്കാം. മത്സരാർത്ഥി തന്നെ തീരുമാനിക്കണം. മത്സരം തുടരണമെങ്കിൽ തുടരാം, ക്വിറ്റ് ചെയ്യാം. അപ്പൊ കിളിമാനൂരിലെ പ്രിയ BP ക്വിറ്റ് ചെയ്യുന്നു. ഇനിയൊരു ഉത്തരം പറയൂ. ന്യൂസിലാൻഡ്. അത് ശരിയാണല്ലോ. അപ്പൊ താങ്കൾക്കത് ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ പോരി. പക്ഷെ ആ കടക്കാരൻ പറഞ്ഞു അല്ലേ? അങ്ങനൊന്നല്ല. ഇപ്പൊ ഒരാള് പറഞ്ഞ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഇത് തെറ്റിയിട്ട് എന്തിനാ വെറുതെ നമ്മള് പൈസ പോകുന്നു അല്ലേ? അത് തന്നെയാണ്. ന്യൂസിലാൻഡിന് നല്ല സംശയം. ന്യൂസിലാൻഡ് ഞാൻ ഇത്രയും കണ്ടതിൽ വെച്ച് ന്യൂസിലാൻഡ് നല്ല സംശയം. കാരണം ഞാൻ ആ സ്പോർട്സ് PSC പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഫൈനൽ ഇന്ത്യയല്ലേ തോറ്റത്? ചോദിക്കരുത്, പറയത്തില്ല. ഓക്കെ, അപ്പൊ ന്യൂസിലാൻഡ് ആണ് ശരി ഉത്തരം. താങ്കൾ അപ്പൊ നന്നായിട്ട് മത്സരിച്ചു. താങ്കൾക്ക് ആദ്യത്തെ ഉത്തരം കടക്കണമെന്നല്ലേ ഉണ്ടായിരുന്നു? എത്ര ഉത്തരം കടന്നു ഇപ്പോ? ഇപ്പൊ നമ്മള് 3ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. 6ാമത്തെ ലെവലിൽ 1 കോടിയാ. ഓക്കെ, അപ്പൊ നമുക്കിനി താഴോട്ട് പോയാലോ? ഓക്കെ, കുട്ടേട്ട പ്ലീസ്. ലെവൽ 1. പ്രിയ BP, താങ്കളുടെ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ടു. വളരെ സന്തോഷം, താങ്കൾ നന്നായിട്ട് മത്സരിച്ചു. ഇങ്ങോട്ട് വരൂ. അപ്പോ മൈജി നൽകുന്ന സമ്മാനത്തുകയാണ്, സന്തോഷമായിട്ട് വാങ്ങിക്കുക. 1 ലക്ഷം രൂപ. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ദി സർട്ടിഫിക്കറ്റ് ഈസ് awarded to Priya BP Klimanur for participation in the Flowers 1 കോടി. Thank you so much. Thank you. അപ്പൊ സന്തോഷം. പ്രിയ പോയി സന്തോഷമായിട്ട് കഴിയുക. നന്നായിട്ട് അധ്വാനിക്കുന്ന ആളല്ലേ, പിന്നെ പേടിക്കണ്ടായിരുന്നില്ല. ജീവിതത്തിൽ നല്ല ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് നീങ്ങുക. ഓക്കെ, ഇതാണ് കിളിമാനൂർക്കുള്ള വഴി. താങ്ക് യു ഫോർ ജോയിൻ. ഇന്ന് ഇത്രയും മതി. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോ പുതിയ ചോദ്യങ്ങൾ, പുതിയ മത്സരാർത്ഥികൾ. ഗുഡ് ബൈ.